السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീന് പഠിക്കാനാണ് നമ്മൾ ആഴ്ച തോറും ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം പ്രതിഫലം വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു മജ്ലിസാണ് അള്ളാഹുവിൻ്റെ ദീന് പഠിക്കുന്ന, അത് ചർച്ച ചെയ്യുന്ന മജ്ലിസ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ നീയത്ത് അത് വളരെ നന്നാക്കുകയാണ് എങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രതിഫലം നമുക്ക് പൂർണ്ണമായി കരസ്ഥമാക്കാൻ സാധിക്കും. കാരണം അല്ലാഹു തആല അവൻ്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നവനാണ്. എന്നാൽ അടിമകളായ നമ്മൾ ഒരുപാട് കുറവുകൾ വരുത്തുന്നവരുമാണ്. അതുകൊണ്ട് ആമുഖമായി നമ്മൾ ഓരോരുത്തരും നമ്മുടെ നീയത്ത് നന്നാക്കണമേ എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാഫിയായ ഇൽമ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഉപദ്രവകരമായ അറിവുകളിൽ നിന്നും നമ്മെ അകറ്റുമാറാകട്ടെ. അൽ ഹദീസുൽ 20 20ാമത്തെ ഹദീസാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അൻ അബി മസ്ഊദ് ഉഖ്ബത്ത് ബിൻ അംർ അൽ അൻസാരി അൽ ബദ്രി റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മിമ്മ അദ്റക അന്നാസു മിൻ കലാമിൻ നുബുവത്തിൽ ഊലാ ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത് റവാഹുൽ ബുഖാരി. ഈ ഹദീസ് സഹോദരങ്ങളെ, ദീനുൽ ഇസ്ലാമിൽ വളരെയധികം പ്രാധാന്യമുള്ള, നമ്മളൊക്കെ സ്വഭാവം നന്നാക്കാൻ ഏറെ സഹായകമാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ഹദീസാണ്. ഹയാവുമായി ബന്ധപ്പെട്ട, ലജ്ജയുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഈ ഹദീസിൽ ചർച്ച ചെയ്യുന്നത്. കാരണം ലജ്ജ എന്ന് പറയുന്നത് അത് സ്വഭാവങ്ങളുടെ അടിസ്ഥാനമാണ്. ആർക്കെങ്കിലും നല്ല സ്വഭാവമുണ്ടെങ്കിൽ അവൻ നല്ല ലജ്ജയുള്ളവനായിരിക്കും. അതുപോലെ ആരെങ്കിലും നല്ല ലജ്ജയുള്ളൊരുവനാണെങ്കിൽ അവൻ നല്ല സ്വഭാവമുള്ളവനായി വിലയിരുത്തപ്പെടുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിച്ചിട്ടുണ്ട്, മുൻകഴിഞ്ഞ അമ്പിയാക്കളൊക്കെ അങ്ങേയറ്റം ലജ്ജയുള്ള ആളുകളായിരുന്നു എന്നുള്ളത്. അവിടുന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് അറിയിച്ചത് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന മൂസ അലൈഹിസ്സലാം കാന റജുലൻ ഹയ്യൻ. തീർച്ചയായും മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നല്ല ലജ്ജയുള്ളൊരു മനുഷ്യനായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുക. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചത് കാണാം. കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ശദീദൽ ഹയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഠിനമായ ലജ്ജയുണ്ടായിരുന്നു, അങ്ങേയറ്റത്തെ ലജ്ജയുണ്ടായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ലജ്ജ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും നേടിയെടുക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവ ഗുണമാണ്. ഹദീസിലേക്ക് വരാം. ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നത് മഹാനായ സഹാബി അബു മസ്ഊദ് ഉഖ്ബ ഇബ്നു അംർ അൽ അൻസാരി അൽ ബദ്രി റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം, സഹോദരങ്ങളെ, നമ്മൾ അദ്ദേഹത്തിൻ്റെ പേരിൽ കേൾക്കുന്നത് പോലെ അദ്ദേഹം അൻസാരിയാണ്. ഉഖ്ബത്ത് ബിൻ അംർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അബു മസ്ഊദ് കുനിയത്താണ്, അൻസാരിയാണ് അദ്ദേഹം. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ പേരിൽ അൽ ബദ്രി എന്ന് കാണുന്നുണ്ട്. എന്താണ് അൽ ബദ്രി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഭൂരിഭാഗം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹം ബദർ എന്ന് പറയുന്ന യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. അദ്ദേഹം ഉഹുദ് മുതൽ അങ്ങോട്ടാണ് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. ശരിയെങ്കിൽ പിന്നെ എന്തിനാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ അൽ ബദ്രി എന്ന് നാമകരണം ചെയ്തിട്ടുള്ളത്? പണ്ഡിതന്മാർ പറഞ്ഞു, അത് കാരണം അദ്ദേഹം ബദർ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. എന്നാൽ വേറെ ചില പണ്ഡിതന്മാർ, ബുഖാരി മുസ്ലിമും ഒക്കെ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം ബദറിൽ പങ്കെടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അൽ ബദ്രി എന്ന് പേര് വിളിച്ചിട്ടുള്ളത് എന്നാണ്. രണ്ടായാലും ഈ രണ്ട് അഭിപ്രായങ്ങളാണ് നമുക്ക് അദ്ദേഹത്തിന്റെ പേരിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നുകിൽ അദ്ദേഹം ബദറിൽ താമസിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് അൽ ബദ്രി എന്ന് പേര് കിട്ടിയതാണ്, അതല്ലെങ്കിൽ അദ്ദേഹം ബദറിൽ പങ്കെടുത്തിട്ടുണ്ട്. ശരി, എന്താണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? ഇന്ന മിമ്മ അദ്റക അന്നാസു മിൻ കലാമിൻ നുബുവത്തിൽ ഊലാ ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത്. ഇന്ന മിമ്മ അദ്റക അന്നാസ്,
ജനങ്ങൾക്ക് ഇടയിൽ വ്യാപിച്ചിട്ടുള്ള, ജനങ്ങൾക്ക് വന്നെത്തിയിട്ടുള്ള കാര്യങ്ങളിൽപ്പെട്ടതാണ് മിൻ കലാമിൻ നുബൂവത്തിൽ ഊല, ആദിമ പ്രവാചകത്വ നുബൂവത്തിന്റെ കാലഘട്ടത്തിൽ മുതൽ തന്നെ, അഥവാ ആദ്യ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ മുതൽ തന്നെ ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചിട്ടുള്ള, അവർക്കിടയിൽ എത്തിപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് എന്ത്? ഈ പറയാൻ പോകുന്ന വാചകം. ഇദാലം തസ്തഹി, നിനക്ക് ലജ്ജയില്ലെങ്കിൽ ഫസ്ന മാ ശിഅ്ത, നീ ഉദ്ദേശിക്കുന്നത് ചെയ്തോളൂ എന്നുള്ള ഈ കാര്യം സഹോദരങ്ങളെ, അത് ആദ്യ കാലഘട്ട ഉലമാ നബിമാരുടെ ഇടയിൽ തന്നെ ഉണ്ടായിട്ടുള്ള ദീനുൽ ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പണ്ഡിതന്മാരിവിടെ രണ്ട് രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്ന മിമ്മ അദ്റക്കന്നാസു എന്നും ഇന്ന മിമ്മ അദ്റക്കന്നാസ. ഒന്നുകിൽ ജനങ്ങൾ അവർ കണ്ടെത്തിയിട്ടുള്ള കാര്യമാണ് ഈ പറയുന്ന വാചകങ്ങൾ, അല്ലെങ്കിൽ ഈ വാചകം ജനങ്ങളുടെ അടുക്കലേക്ക് എത്തിയിട്ടുള്ളതാണ് എന്ന് രണ്ടർത്ഥത്തിലും പറയാവുന്ന രൂപത്തിൽ അവർ അത് വിശദീകരിച്ചത് കാണാൻ സാധിക്കും. ഇനി ഇന്ന മിമ്മ അദ്റക്കന്നാസു മിൻ കലാമിൻ നുബൂവത്തിൽ ഊല, ആദിമ നുബൂവത്തിന്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അതിന്റെ സംസാരത്തിൽപ്പെട്ടതാണ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മൂന്ന് അഭിപ്രായങ്ങൾ കാണാം. ചിലർ പറഞ്ഞു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നുബൂവത്തുൽ ഊല, ഒന്നാമത്തെ നുബൂവത്ത് എന്ന അർത്ഥത്തിൽ തന്നെയാണ്, അതിന്റെ ബാഹ്യമായ അർത്ഥമാണ്. അഥവാ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നുബൂവത്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ ആദം അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിൽ മുതൽ തന്നെ അറിയപ്പെട്ട ഒരു കാര്യമാണ് ലജ്ജയില്ലെങ്കിൽ നീ തോന്നിയത് ചെയ്തോളൂ, ലജ്ജ അനിവാര്യമാണ് എന്ന് അറിയിക്കുന്ന ആ പാഠം. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അന്നുബൂവത്തുൽ അൽ ഊല എന്ന് പറഞ്ഞാൽ അൽ ഖദീമ, അന്നുബൂവത്തുൽ ഖദീമ, അഥവാ പഴയ നബിമാരുടെ കാലഘട്ടത്തിൽ തന്നെ, നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം വരെയൊക്കെയുള്ള പഴയ കാല നബിമാർ, ആദ്യ കാല നബിമാരൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നും പറഞ്ഞത് കാണാൻ സാധിക്കും. മൂന്നാമത്തെ അഭിപ്രായം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് യഅനി അസ്സാബിഖ, കഴിഞ്ഞുപോയ എല്ലാ നബിമാരും പറഞ്ഞത് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ മുഴുവൻ അമ്പിയാക്കളുടെ ശരീഅത്തിലുമുള്ള, അവരെല്ലാം ജനങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള, അവരുടെ സമുദായത്തിലെല്ലാം അറിയപ്പെട്ട, പ്രചരിപ്പിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണ് ലജ്ജ ഉണ്ടായിരിക്കേണ്ടതുണ്ട്, ലജ്ജയില്ലാത്തവനാണ് തോന്നിയത് ചെയ്യുക എന്നുള്ള ഈ കാര്യം സഹോദരങ്ങളെ എല്ലാ അമ്പിയാക്കൾക്കിടയിലും, അഥവാ മുഴുവൻ ജനങ്ങളും, ലോകത്ത് ജനിച്ച് മരിച്ചുപോയ മുഴുവൻ പ്രവാചകന്മാരും അവരുടെ അനുയായികളും പഠിച്ചു വെച്ചിട്ടുള്ള കാര്യമാണ് ലജ്ജ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ്. ഇന്ന മിമ്മ അദ്റക്കന്നാസു മിൻ കലാമി അന്നുബൂവത്തിൽ ഊല, അദ്റക്ക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ആളുകളിലേക്ക് എത്തുക, അവരിൽ പ്രചരിക്കുക എന്നൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നിടത്ത് കാണാം വഹാദൽ ഹദീസു ദലീലുൻ അല അന്ന ബഅദ കലാമിൽ അംബിയാഇ സാബിഖീൻ ബഖിയ ബൈനൻ നാസി മഅറൂഫൻ വ മശ്ഹൂറ. ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പഴയകാല അമ്പിയാക്കൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും അത് എന്തുണ്ട്, അറിയപ്പെടുന്ന രൂപത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. എന്നിട്ട് അവർ പറയുന്നു പഴയകാല നബിമാരിൽ നിന്നും നമുക്ക് കിട്ടിയ കാര്യങ്ങൾ അത് രണ്ടായി വേർതിരിക്കാം. നമ്മൾ ഈ ഉമ്മത്തിന് പഴയ കാലഘട്ടത്തിൽപ്പെട്ട, അഥവാ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമും മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, അങ്ങനെ അഹ്ലുൽ കിതാബിൽ നിന്നും കിട്ടിയത്, അതിന് മുമ്പുള്ള നബിമാരിൽ നിന്നും കിട്ടിയത്, അത്തരം കാര്യങ്ങൾ രണ്ടാലൊരു രൂപത്തിലാണ് നമ്മുടെ അടുക്കിലേക്ക് എത്താറുള്ളത്. ഒന്ന് മാ ജാഅ ബിഗൈരി ത്വരീഖിൽ വഹി, വഹീന്റെ അടിസ്ഥാനത്തിലല്ല, അഥവാ ഖുർആനിലോ ഹദീസിലോ നമുക്ക് കാണാൻ സാധിക്കുകയില്ല, ഖുർആനിലോ ഹദീസിലോ അല്ല, എന്നാൽ അതല്ലാത്ത രൂപത്തിൽ പഴയകാല ഉമ്മത്തിന്റെ പല കാര്യങ്ങളും നമുക്ക് എത്തിയിട്ടുണ്ട്. അഥവാ സഹാബികളിൽ നിന്ന്, താബിഈങ്ങളിൽ നിന്ന്, അവരൊക്കെ പഴയകാല കാര്യങ്ങൾ ഉദ്ധരിക്കാറുണ്ട്. അഹ്ലുൽ കിതാബിൽ നിന്നും, വേദക്കാരിൽ നിന്നും, ഇസ്രായേലിൽ നിന്നൊക്കെ അവർ ഉദ്ധരിക്കാറുണ്ട്. അങ്ങനെ വരാറുണ്ട്. രണ്ടാമത് മാ ജാഅ ബി ത്വരീഖിൽ വഹി, വഹീന്റെ അടിസ്ഥാനത്തിൽ പഴയ കാലപ്പെട്ട പല കാര്യങ്ങളും നമുക്ക് എത്തിയിട്ടുണ്ട്. ഖുർആനിൽ പഴയകാല സമൂഹത്തിന്റെ ചരിത്രങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഹദീസ് എന്ന് പറയുമ്പോൾ സ്ഥിരപ്പെട്ട ഹദീസുകളിൽ പഴയ കാലത്തുള്ള പല ചരിത്രങ്ങളും, അന്ന് സംഭവിച്ച കാര്യങ്ങളും, അന്നത്തെ നിയമങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. ഈ രണ്ട് രൂപത്തിൽ നമുക്ക് പഴയകാല നിയമങ്ങൾ എത്തിയിട്ടുണ്ട്. ഒന്നുകിൽ അത് താബിഈങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ സ്വഹാബികളിൽ നിന്നോ വരുന്നതാണ്, അത് ഖുർആനും ഹദീസും പോലെ പരിഗണിക്കപ്പെടുകയില്ല. രണ്ട്, ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളതാണ്. ഈ രണ്ട് രൂപത്തിലുമാണ് വന്നിട്ടുള്ളത്. അതിലൊന്നാമത്തേത് പറയുകയാണെങ്കിൽ, അഥവാ ഖുർആനിലും ഹദീസിലുമല്ല, സഹാബികൾക്കിടയിലും താബിഈങ്ങൾക്കിടയിലും ഒക്കെ പ്രചരിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചാണെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നു അവിടെ രണ്ട് രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതായത് രണ്ട് രൂപത്തിലുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഒന്ന്, അത് അൽ അഖ്ബാറു വൽ ഖിസസ്, കഥകളൊക്കെയാണ്. പഴയ ചരിത്രങ്ങളും കഥകളൊക്കെ പഴയകാല കാര്യങ്ങളാണ്. അഥവാ ദീനിന്റെ അഹ്കാമുകളൊന്നും അല്ല, നിസ്കാരത്തിന്റെയോ നോമ്പിന്റെയോ അങ്ങനെയുള്ള നിയമങ്ങളൊന്നും അല്ല, ചില ചരിത്രങ്ങൾ, അവരിങ്ങനെ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്
എന്നൊക്കെ പറയുന്ന ചരിത്രങ്ങൾ ഉണ്ടാകും. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് ചരിത്രം, ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് ചരിത്രം, പല ചരിത്രങ്ങളും പഴയ കാലത്ത് ഉണ്ടാകും. അവിടെ നമ്മൾ മൂന്നാളൊരു നിലപാടാണ് നമുക്ക് എടുക്കേണ്ടി വരിക. മൂന്നാളൊരു അവസ്ഥയിലായിരിക്കും നമ്മൾ കടന്നു പോകുക. അതുകൊണ്ട് അതിനനുസരിച്ചുള്ള നിലപാടാണ്. ഒന്ന്, അൻ തദുല്ലൽ അദില്ലത്തു അലാ സിദ്ഖിഹിം, നമ്മുടെ തെളിവുകളൊക്കെ നോക്കുമ്പോൾ ആ പറയുന്ന കഥകളും ചരിത്രങ്ങളൊക്കെ സത്യസന്ധമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിലായിരിക്കും. ഖുർആനിൽ പറഞ്ഞതുപോലെ, ഖുർആനിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഫിർഔനുമായി തമ്മിലുള്ള ചരിത്രങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നാൽ വിശദമായിട്ട് പറഞ്ഞിട്ടില്ല ചരിത്രം, അത് സംഭവിച്ച ചരിത്രം പറയുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞുപോയ ഉമ്മത്തിൽ നിന്നും അതേപോലത്തെ ചരിത്രങ്ങൾ നമുക്ക് കിട്ടുകയാണ് എങ്കിൽ, അഥവാ നമ്മുടെ കിതാബിൽ പറയുന്നതിനോട് യോജിക്കുന്ന രൂപത്തിൽ വരികയാണ് എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ അത് അതുപോലെ വിശ്വസിക്കുക എന്നുള്ളത് ബാധ്യതയാണ്. അതിന്റെ അൽഫാദുകൾ മാറിയാലും പറയുന്ന ചില വാചകങ്ങളൊക്കെ ചിലപ്പോൾ മാറിയിട്ടുണ്ടാകും. ചിലപ്പോൾ ഹദീസിൽ വന്നതുപോലെ ആയിരിക്കില്ല, പഴയ വേദത്തിൽ നിന്ന് ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കിട്ടുക. പക്ഷേ സമാനമായ കാര്യമാണ്. വേറെ പുതിയൊരു കഥയോ അതിൽ നിന്നും ഒരു വ്യതിചലിച്ചിട്ടൊരു ഇല്ലാത്തൊരു പുതിയ കാര്യങ്ങളോ അല്ല. അതേ ചരിത്രങ്ങളൊക്കെ ആയിരിക്കും. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും സാഹിര്യങ്ങളും തമ്മിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാം. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമയും ഹവാരിയങ്ങളും തമ്മിലുള്ള എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളാകാം. അപ്പൊ ഖുർആനിലും ഹദീസിലും പറഞ്ഞതിനോട് യോജിക്കുന്ന രൂപത്തിൽ വരികയാണ് എങ്കിൽ അത് വിശ്വസിക്കൽ നിർബന്ധമാണ്. രണ്ടാമത്തത്, അൻ തദുല്ലൽ അദില്ലത്തു അലാ കദിബിഹിം, അത് കളവാണെന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകും. ഇവരുടെ പല കിതാബുകൾ ഇവർ എഴുതി ഉണ്ടാക്കിയതും അതുപോലെയുള്ള അങ്ങനെയുള്ള പ്രമാണങ്ങളൊക്കെ ഉണ്ട്. അതിൽ അമ്പിയാക്കളെ വളരെ മോശപ്പെട്ട രൂപത്തിൽ ചിത്രീകരിക്കുന്ന പല കാര്യങ്ങളും അതിൽ കാണാൻ സാധിക്കും. അത് കേട്ട ഉടനെ തന്നെ സഹോദരങ്ങളെ നമ്മളത് നിഷേധിച്ച് തള്ളേണ്ടതാണ്. കാരണം ഒരു നബിക്കൊന്നും ചേരുന്ന രൂപത്തിലുള്ള കാര്യമല്ല. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് ഇവരുടെ ചില ചരിത്രത്തിലൊക്കെ പറയുന്നുണ്ട്. ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സൈന്യത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെ ഭാര്യ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ഇഷ്ടപ്പെടുകയാണ്. അങ്ങനെ ആ ഭാര്യ ആ പെണ്ണിനെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇയാളെ യുദ്ധത്തിന് പറഞ്ഞയക്കുകയും അങ്ങനെ ഇയാൾ മരണപ്പെട്ട് ആ പെണ്ണിനെ സ്വീകരിക്കാൻ വേണ്ടി ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം തയ്യാറായി എന്ന രൂപത്തിലൊക്കെ ഇവരെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണും. അത് കേട്ട ഉടനെ തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമാണ്. കാരണം അമ്പിയാക്കൾക്ക് യോജിച്ച ഒരു കാര്യമേ അല്ല. നബിമാർക്ക് പോയിട്ട് സാധാരണ ഒരു മുസ്ലിമിന് പോലും യോജിക്കുന്ന ഒരു കാര്യമല്ല ഒരാളുടെ ഭർത്താവ് മരണപ്പെട്ട് ആ ഭാര്യ എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുക പോലെയുള്ള കാര്യങ്ങൾ. അപ്പൊ അത് അത്തരത്തിലുള്ള കാര്യങ്ങൾ. അതുപോലെ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച്, സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് അദ്ദേഹം സാഹിറാണ് എന്നാണ് ഇവർ പറയുന്നത്. ഇവർ വിളിക്കുന്നത് തന്നെ സാഹിർ എന്നാണ്, അതായത് സിഹിർ ചെയ്യുന്ന ആളാണ് എന്നാണ്. എന്നാൽ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം സിഹിറിന്റെ ആളായിരുന്നില്ല. വളരെ വ്യക്തമാണ്. അപ്പൊ ആ നിലക്ക് അമ്പിയാക്കൾക്ക് യോജിക്കാത്തതായ കാര്യങ്ങൾ പറഞ്ഞാൽ അത് കളവാക്കൽ നിർബന്ധമാണ്, യാതൊരു സംശയം അത് വേണ്ടതില്ല. ഇനി മൂന്നാമതൊരു വിഭാഗം കഥകളും ചരിത്രങ്ങളൊക്കെ വരും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് തള്ളാനോ കൊള്ളാനോ പറ്റാത്ത രൂപത്തിലുള്ളതായിരിക്കും. അതായത് തള്ളാൻ മാത്രം അങ്ങനെ ഒരു ഗരീബായ നമുക്ക് വളരെ അപരിചിതമായിട്ടുള്ള സംഭവങ്ങളൊന്നും ആയിരിക്കില്ല. എന്നാൽ അത് കൊണ്ട് അതിങ്ങനെ ഒരു കഥ ഉണ്ട് എന്ന് വിശ്വസിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വേണം. അങ്ങനെ ഒന്നും ഇല്ലേം താൻ. അങ്ങനെ വരുന്ന സമയത്ത് പണ്ഡിതന്മാർ പറയുന്നു അത് തള്ളാനോ നിൽക്കാൻ പാടില്ല, കൊള്ളാനോ പാടില്ല. കാരണം തള്ളിക്കഴിഞ്ഞാൽ ഒരു വേള അള്ളാഹുവിന്റെ കിതാബിലുള്ള, തൗറാത്തിലുള്ള അല്ലെങ്കിൽ ഇഞ്ചീലിലുള്ള കാര്യമായിരിക്കും നമ്മൾ തള്ളുന്നത്. നമുക്ക് തള്ളാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം തള്ളാൻ പാടില്ല, കളവാക്കാൻ പാടില്ല. ഇനി നമ്മൾ കൊണ്ടാൽ നമുക്ക് അങ്ങനെ തെളിവ് പാടില്ല. നമ്മളത് ശരിയാണെന്ന് പറയണമെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഖുർആനും ഹദീസുമാണ് വിട്ടുവെച്ച് പോയത്. അതിലില്ലാത്തൊരു കാര്യമുണ്ട് എന്ന് നമുക്ക് പറയാൻ സഹോദരങ്ങളെ നമുക്ക് എന്ത് ചെയ്യില്ല, അത് സാധിക്കുകയില്ല. തള്ളാനോ കൊള്ളാനോ സാധിക്കുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അവിടെ പണ്ഡിതന്മാർ പറഞ്ഞ സുലൈമാൻ റുഹൈലിയൊക്കെ പറയാണ്, ലാ യദ്കുറഹൽ വാഇദു ഔൽ മുതകല്ലിം മൻസൂബത്തൻ ഇലൈഹി, ഒരു പ്രാസംഗികനോ അതല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കുന്ന ആളുകളോ ഇത്തരത്തിലൊരു സംഭവം അവരിലേക്ക് ചേർത്തി പറയുന്നതിൽ തെറ്റില്ല. ഇങ്ങനെ വന്നിട്ടുണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിന് വിശ്വസിക്കണമെന്നോ അല്ലെങ്കിൽ അതിനെ തള്ളണമെന്നോ അല്ല. ബനു ഇസ്രായേൽ ഇങ്ങനെ ഒരു ചരിത്രം വന്നിട്ടുണ്ട് എന്ന രൂപത്തിൽ അതിനെ പരാമർശിക്കുന്നതിൽ തെറ്റില്ല. അത് ഈ മൂന്നാമത്തെ ടൈപ്പാണ് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ ദീന് നേരെ എതിരാകുന്ന കാര്യമല്ല, മറിച്ച് കൊള്ളാനോ തള്ളാനോ പാടില്ലാത്തതായ ഇത്തരം കാര്യങ്ങൾ അവരിലേക്ക് ചേർത്തി അങ്ങോട്ട് പറയാം. അതിനപ്പുറത്തേക്ക് അതുകൊണ്ട് ദീനിലൊരു ചരിത്രമൊന്നും നമുക്കത് പറയാൻ കഴിയില്ല. അതാണ് രണ്ടാമത്തത്. ഇനി രണ്ടാമത്തെ ഇനം, ഇത് ഞാൻ പറയുന്നത് ഖുർആനിലോ ഹദീസിലോ വരാത്ത കഥകളെ കുറിച്ചാണ്. രണ്ടാമത് ഖുർആനിലോ ഹദീസിലോ വരാത്ത അഹ്കാമുകളെ കുറിച്ചാണ്, ദീനിന്റെ നിയമങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവിടെ പണ്ഡിതന്മാർ പറയുന്നു, വഹാദ ഇദാ വാഫഖ ശറഅന ഫഇന്നാ നഖുദു ബിശറഇന ലാ ബികലാമിഹിം, നമ്മളെ ശറഇനോട് യോജിച്ചു കഴിഞ്ഞാൽ നമ്മളത് സ്വീകരിക്കും. അത് നമ്മുടെ ശറഇൽ അത് വന്നു എന്നുള്ള കാരണത്താലാണ് നമ്മളത് സ്വീകരിക്കുന്നത്, അതിൽ വന്നു എന്നുള്ള കാര്യത്തിലല്ല. നമ്മളെ ദീനിലുള്ള ഒരു നോമ്പിന്റെ നിയമം
അല്ലെങ്കിൽ ഒരു നിസ്കാരത്തിന്റെ നിയമം, തഹാറത്തുമായി ബന്ധപ്പെട്ട ഒരു നിയമം നമ്മുടെ ദീനിലും അതാണ് എങ്കിൽ നമ്മളത് സ്വീകരിക്കും. കാരണം അത് നമ്മൾ സ്വീകരിക്കുന്നത് നമ്മളെ ദീനിലും അതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. ഇതെല്ലാം പറഞ്ഞത് ഖുർആനിലോ ഹദീസിലോ വരാത്ത കഥകളെക്കുറിച്ചും അഹ്കാമുകളെക്കുറിച്ചുമാണ്. ഇനി ഖുർആനിലും ഹദീസിലും വന്ന കാര്യങ്ങളും ഇതേപോലെ രണ്ടായി വേർതിരിക്കാം. കഥകളുണ്ട്, ഇപ്പുറത്ത് അഹ്കാമുകളുണ്ട്. കഥകളെക്കുറിച്ച് നമുക്കറിയാം, ഖുർആനിലോ ഹദീസിലോ ഒരു ചരിത്രം മുൻഗാമികളെ കുറിച്ച് വന്നിട്ടുണ്ട് എങ്കിൽ, അഥവാ മുൻ സമുദായങ്ങളെ കുറിച്ച് വന്നിട്ടുണ്ട് എങ്കിൽ അത് വിശ്വസിക്കൽ നിർബന്ധമാണ്. നമ്മളെ ബുദ്ധിക്ക് യോജിച്ചിട്ടില്ല എന്നൊന്നും പറഞ്ഞ് തള്ളിക്കളയാൻ സാധിക്കുകയില്ല. മുൻഗാമികളിൽപ്പെട്ട മുൻ സമുദായത്തിൽപ്പെട്ട ഒരാൾ ഒരു യുദ്ധം ചെയ്യുന്ന വേളയിൽ എന്ത് സംഭവിച്ചു? അവരുടെ യുദ്ധത്തിന്റെ നിയമത്തിൽപ്പെട്ടതാണ് സൂര്യാസ്തമയം കഴിയുമ്പോഴേക്കും യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ളത്. അങ്ങനെ അയാൾ പ്രാർത്ഥിച്ചു സൂര്യൻ അസ്തമിക്കാതിരിക്കാൻ. അങ്ങനെ സൂര്യൻ അസ്തമിച്ചില്ല, യുദ്ധം തീരുവോളം സൂര്യൻ അസ്തമിച്ചില്ല. ഇത് സ്ഥിരപ്പെട്ട കാര്യമാണ്, സ്വഹീഹ് മുസ്ലിമിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾ ചിലർ ബൈബിളിനെ വിമർശിക്കുന്ന സമയത്ത് ഇതൊന്നും ശാസ്ത്രത്തിന് യോജിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ട് അതിനെ തള്ളിക്കളഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അവർ ഇതിനൊക്കെ ശരിക്കും പഠിച്ചിട്ട് ബൈബിളിനെ വിമർശിക്കും. ബൈബിള് ശാസ്ത്രീയമല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ബൈബിൾ മനുഷ്യന്മാർ കൈകടത്തിയിട്ടുണ്ട്, സംശയമില്ല. പക്ഷേ ഇയാളിത് തള്ളിക്കളയുന്ന സമയത്ത് ഇത് സഹീഹ് മുസ്ലിമിലുള്ളതാണ് എന്ന് ഈ വ്യക്തിക്ക് അറിയില്ല. അപ്പോൾ അത് നമ്മുടെ ശറഈനോട് ശറഈൽ വന്ന ഒരു കാര്യമാണ് എങ്കിൽ അത് സഹോദരങ്ങളെ നമ്മൾ അത് അതേപോലെ തന്നെ വിശ്വസിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഏതുമാകട്ടെ, അത് ശറഈൽ വന്ന കാര്യം ഖുർആനിലോ സുന്നത്തിലോ വന്നാൽ ആ ചരിത്രം അതേപോലെ ഉണ്ട് എന്ന് വിശ്വസിക്കൽ നിർബന്ധമാണ്. ഇനി അഹ്കാമുകളോ, ഖുർആനിലോ സുന്നത്തിലോ പഴയകാലക്കാരായ ആളുകളെ കുറിച്ചിട്ടുള്ള വല്ല അഹ്കാമുകളോ വന്നാലോ സഹോദരങ്ങളെ, ഒന്നാമത്തേത് നമ്മുടെ ശറഈനോട് യോജിച്ചാൽ അത് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. നമ്മുടെ ശറഈനോട് യോജിച്ചാൽ അത് സ്വീകരിക്കാൻ സാധിക്കും. ഇനി ശറഈനോട് വിയോജിച്ചാൽ അത് നമുക്ക് ഒരിക്കലും സ്വീകരിക്കാൻ സാധിക്കുകയില്ല. ഇപ്പൊ പഴയ കാലത്ത് പല നിയമങ്ങളുണ്ട്. യഹൂദികളുടെ നിയമത്തിൽപ്പെട്ടതാണ്, അവരുടെ തൗബയുടെ ഒരു രൂപത്തിൽപ്പെട്ടതാണ് അവർക്ക് ആത്മഹത്യ ചെയ്യാം. ആ തൗബയുടെ ഒരു രീതിയിൽപ്പെട്ടതാണ്, യഹൂദികൾക്ക് ഉണ്ടായിരുന്ന നിയമമാണ്. എന്നാൽ നമ്മുടെ ദീനിൽ ആത്മഹത്യ എന്ന് പറയുന്നത് വൻ പാപത്തിൽപ്പെടുന്ന കാര്യമാണ്. ഒരിക്കലും അങ്ങനെ പാടില്ല. അത് വളരെ ഗൗരവമുള്ള തിന്മയായിട്ട് ദീനുൽ ഇസ്ലാമിൽ പഠിപ്പിക്കുക. അതുകൊണ്ട് തന്നെ ഒരാൾക്ക് ആ ശരീഅത്തിലെ നിയമം ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ല. കാരണം നമ്മുടെ ദീനിൽ എന്തു വന്നിട്ടുണ്ട്? അത് വൻ പാപമാണ് എന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കത് ചെയ്യാൻ പാടില്ല. എത്രത്തോളം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിന്റെ ഒരു അവയവം പോലും നമുക്ക് നശിപ്പിക്കാൻ പാടില്ല. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫ്ളഹുല്ലാഹ് പറയാണ്, ഒരാൾ പറയാണ് എനിക്ക് കണ്ണ് ഭയങ്കര പ്രശ്നമാണ്, എനിക്ക് ഇങ്ങനെ ഹറാമിലേക്കുള്ള നോട്ടം നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, ഞാൻ എൻ്റെ കണ്ണടിച്ച് പൊട്ടിക്കാൻ പോവാൻ, കണ്ണിലെ കാഴ്ച ഇല്ലാതാക്കാൻ പോവാൻ. അങ്ങനെ ദീനൊരു നിയമം ഇല്ല. അങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ പാടില്ല. എന്നാൽ കഴിഞ്ഞു പോയ സമുദായത്തിൽ അങ്ങനെ പല നിയമങ്ങളുണ്ട്, അത് നമുക്ക് ബാധകമല്ല. അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിസ്കരിക്കാൻ സമയമായാൽ ശുദ്ധിയുള്ള എവിടെ വെച്ചും നിസ്കരിക്കാവുന്നതാണ്. ഒരു മരുഭൂമിയിൽ നിസ്കരിക്കാം, ഒരു റോഡിൽ നിസ്കരിക്കാം, എവിടെ നിസ്കരിക്കാം. എന്നാൽ കഴിഞ്ഞുപോയ ഉമ്മത്തിന് അവർക്ക് അമാക്കിനുൻ മഖ്സൂസ, പ്രത്യേകമായ സ്ഥലം അഥവാ അവരുടെ മസ്ജിദുകൾ എന്ന് പറയുന്ന സ്ഥലത്തെ നിസ്കരിക്കാവൂ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് പ്രത്യേകമായി തന്ന കാര്യമാണ്. നമുക്ക് തയമ്മും ചെയ്യാം, ഈ മണ്ണിൽ എവിടെ വേണമെങ്കിലും നിസ്കരിക്കാം. ഇതൊന്നും കഴിഞ്ഞുപോയ ഉമ്മത്തിന് ഉണ്ടായിട്ടില്ല എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് അത്തരം നിയമങ്ങൾ നമുക്ക് ഒരിക്കലും ബാധകമാവുകയില്ല. കാരണം നമ്മുടെ നിയമം അതിന് നേരെ എതിരാണ്. മൂന്നാമത്തത്, നമ്മളെ നിയമത്തിനോട് എതിരാവുന്നുമില്ല, നമ്മുടെ നിയമത്തിനോട് യോജിക്കുന്നുമില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ സഹോദരങ്ങളെ നമ്മൾ കഴിഞ്ഞുപോയ ഉമ്മത്തിൽ നമ്മൾ കാണുകയാണ് എങ്കിൽ, അത് അങ്ങനെ കാണുകയാണെങ്കിൽ ഇപ്പം ഖുർആനിലോ ഹദീസിലോ അവരുടെ ഒരു നിയമം ഇങ്ങനെ പറയുന്നുണ്ട്, അവരുടെ ഒരു നിയമം ഖുർആനിലോ ഹദീസിലോ പറയുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നത്, അത് ഏറ്റവും ശരിയായ അഭിപ്രായമായി പറയുന്നത്, നമ്മുടെ ഇജ്തിഹാദിനേക്കാളും ആ വിഷയത്തിൽ കഴിഞ്ഞുപോയ ഉമ്മത്തിന്റെ ആ നിയമം സ്വീകരിക്കലാണ് നല്ലത്. കാരണം അത് ഖുർആനിലോ ഹദീസിലോ വന്നിട്ടുള്ളതാണ്. കാരണം അത് ദീനിനെതിരുമല്ല, ദീനിന് യോജിക്കുന്നതും എന്ന് പറഞ്ഞിട്ടില്ല. എങ്കിലും നമുക്കത് സ്വീകരിക്കാവുന്നതാണ് എന്നൊക്കെ അവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും പണ്ഡിതന്മാർ ആ ഭാഗത്ത് ചർച്ച ചെയ്ത് കാണാൻ സാധിക്കും. എന്താണ് എന്നിട്ട് പറയുന്നത്? ഇന്നമിമ അദ്റക്കന്നാസ മിൻ കലാമിൻ നുബുവത്തിൽ ഊല, ആദ്യകാല നുബുവത്തിന്റെ സംസാരങ്ങളിൽ പെട്ടതാണ്, ജനങ്ങളിൽ ഇടയിൽ എത്തിയ കാര്യമാണ്. അതാണ് പ്രധാനപ്പെട്ട വിഷയം. ഇദാലം തസ്തഹി ഫസ്ന മാ ശിഅത്, നിനക്ക് ലജ്ജയില്ലെങ്കിൽ നീ തോന്നിയത് ചെയ്തുകൊള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിനക്ക് ലജ്ജയില്ലെങ്കിൽ തോന്നിയത് ചെയ്തുകൊള്ളൂ എന്നാണ് സഹോദരങ്ങളെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഹയാ എന്ന് പറയുന്നത്, ലജ്ജ എന്ന് പറയുന്നത്, അത് രണ്ട് രൂപത്തിലുണ്ട്. ലജ്ജ ഓരോരുത്തർക്കും അവരവരുടെ സ്വന്തം ഫിത്രത്തിൽ ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന അവൻ്റെ ഒരു ലജ്ജയുണ്ടാകും. അങ്ങനെ ഒരു ലജ്ജ എല്ലാവർക്കും ഉണ്ടാകും. അത് വളരെ നിർബന്ധമായ കാര്യമാണ്.
അങ്ങനെ ഒരാൾക്കൊരു ലജ്ജ എന്ന് പറയുന്ന വസ്തുവേ അയാളിൽ ഇല്ല എങ്കിൽ, മഹാന്മാരെ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളാഹ് പറഞ്ഞതുപോലെ, അയാൾ ഒരു മനുഷ്യനായിട്ട് തന്നെ പരിഗണിക്കാൻ സാധിക്കുകയില്ല. അദ്ദേഹം പറയാണ്, മൻ ഫഖദൽ ഹയാ, ആർക്കെങ്കിലും ലജ്ജ നഷ്ടപ്പെട്ടു, ഫഖദൽ ഇൻസാനിയ, അവന്റെ മനുഷ്യത്വം തന്നെ അവന് നഷ്ടപ്പെട്ടിരിക്കുന്നു. വലം യബ്ഖ മഅഹു മിനൽ ഇൻസാനിയ സിവസ്സൂറ, പിന്നെ മനുഷ്യനിൽ നിന്നും കേവലം അവന്റെ രക്തവും മാംസവും അടങ്ങുന്ന ആ ഒരു കോലമല്ലാതെ വേറെ മനുഷ്യത്വം അവന് ബാക്കിയില്ല. ഒരാൾക്ക് ലജ്ജയില്ലെങ്കിൽ അയാൾ ചെയ്യാത്ത തിന്മകൾ ഉണ്ടാവുകയില്ല, ഒന്നും അടിക്കുകയില്ല, എല്ലാ തോന്നിവാസവും ചെയ്യും. കാരണം ഒരു ലജ്ജയില്ല. ഒരാൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഒരാൾ തന്നെ ആക്ഷേപിക്കുമെന്ന് പേടിക്കുകയില്ല, ഒന്നുമില്ല. സഹോദരങ്ങളെ, ലജ്ജ എന്ന് പറഞ്ഞാൽ അതാണ്. ലജ്ജയെ കുറിച്ച് വിശദീകരിച്ചത് അത് സിഫത്ത്, ഒരു വിശേഷണമാണ്. അത് തദ്ഉ ഇലൽ ഫിഅലിൽ ജമീൽ വ ഇലാ തർക്കിൽ ഖബീഹ്, ഒരു നന്മ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കും, തിന്മയിൽ നിന്നും വിട്ടു നിൽക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമാണ് ലജ്ജ. ലജ്ജ ഉള്ളത് കൊണ്ട്, അള്ളാഹുവിനോട് ലജ്ജയുള്ളതുകൊണ്ട് നമ്മൾ തിന്മ ചെയ്യാൻ മടിക്കും. ജനങ്ങൾ കാണുമെന്നുള്ള പേടി കാരണത്താൽ നമ്മൾ പല തിന്മകളും ചെയ്യുകയില്ല. ഇതൊക്കെ ലജ്ജ കൊണ്ടുണ്ടാകുന്ന കാര്യമാണ്. നല്ല കാര്യങ്ങൾ ആളുകളുടെ ചെയ്തു കൊടുക്കാനും തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനും ഒക്കെ ഒരാൾക്ക് കിട്ടുന്ന ഒരു സ്വഭാവ ഗുണമാണ് ലജ്ജ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓരോരുത്തരുടെ മനുഷ്യ പ്രകൃതിയാൽ ഉണ്ടാകുന്ന ഒരു ലജ്ജ ഉണ്ടാകും. എല്ലാവർക്കും അവരുടെ മനസ്സിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ മനുഷ്യർക്കും അങ്ങനെ ഒരു ലജ്ജ നൽകിയിട്ടുണ്ട്. മൃഗങ്ങളെ പോലെയല്ല. അതുകൊണ്ടാണ് മനുഷ്യർ വസ്ത്രം ധരിക്കുന്നത്. മൃഗീയമായി ജീവിക്കുന്നവർ മാത്രമാണ് ആ വസ്ത്രം പോലും വേണ്ട എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആളുകൾ അല്ല, വളരെ തുലവും കുറവാണ്. ഏത് ദീനിൽപ്പെട്ട ആളായാലും ശരി, മനുഷ്യനാണോ, അവനൊരു പ്രാഥമികമായ ഒരു ലജ്ജ അവനുണ്ട്. എന്തെവിടെ ചെയ്യണം, എന്തെവിടെ ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അവര് ഔറത്ത് മറച്ചു വെക്കുന്നവരാണ്. ഇതൊക്കെ മനുഷ്യന്റെ ലജ്ജയിൽപ്പെട്ട അവന്റെ പ്രകൃതിയാൽ ഉണ്ടാകുന്ന കാര്യത്തിൽപ്പെട്ടതാണ്. ആ പ്രകൃതിയാലുള്ള അവന്റെ ഗുണത്തെ നശിപ്പിക്കാനാണ് ഇന്ന് പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അന്ന് മനുഷ്യന് അവന് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളായിരുന്നു ഒരു കാലം വരെയും. പക്ഷെ ഇത് മൃഗീയമായി കാര്യങ്ങളെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ലജ്ജയെ നശിപ്പിക്കാനാണ് വലിയൊരു വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പ്രകൃതിയാൽ ഉണ്ടാകുന്ന സഹോദരങ്ങളെ, ഫിത്രത്തിൽ ഉണ്ടാകുന്ന ഒരു ലജ്ജയാണ്. അപ്പം അങ്ങനെ ഒരു ലജ്ജയുണ്ട്. രണ്ടാമത്തത് ഹയാ ഉൻ മുക്തസബ് ഉണ്ട്. നമ്മൾ നേടിയെടുക്കേണ്ട ലജ്ജയുണ്ട്. നമ്മൾ പരിശ്രമിച്ച് നേടിയെടുക്കണം. ആ ലജ്ജ കൂടി കിട്ടുമ്പോഴേ നമ്മുടെ സ്വഭാവം അതിന്റെ പരിപൂർണതയിലെത്തുകയുള്ളൂ. മുക്തസബായ നേടിയെടുക്കേണ്ട ലജ്ജയുണ്ട്. ആ ലജ്ജ സഹോദരങ്ങളെ നമുക്ക് ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും സ്വാലിഹീങ്ങളായ ആളുകളുടെ കഥകളിൽ നിന്നുമൊക്കെ അവരോടൊപ്പം ഇരിക്കുക വഴിയൊക്കെയാണ് നമുക്കത് ലഭിക്കുക. അങ്ങനെയുള്ള ആളുകളുടെ, ലജ്ജയുള്ള ആളുകളുടെ കൂടെ ഇരുന്നാൽ നമുക്ക് ലജ്ജിക്കാൻ സാധിക്കും. അങ്ങനെ ലജ്ജ നേടിയെടുക്കണം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുമുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അവിടുന്ന് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇസ്തഹ്യു മിനല്ലാഹി ഹഖൽ ഹയാ, നിങ്ങൾ അള്ളാഹുവിൽ നിന്നും യഥാർത്ഥ രൂപത്തിലുള്ള ലജ്ജ നിങ്ങൾ സ്വീകരിക്കണം, ലജ്ജയുള്ളവരാകണം അള്ളാഹുവിനോട്. ഖാലു യാ റസൂലല്ലാഹ്, സഹാബികൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, ഇന്നാ ലനസ്തഹി വൽഹംദുലില്ലാ, ഞങ്ങളൊക്കെ ലജ്ജിക്കുന്നവർ തന്നെയാണ്, വൽഹംദുലില്ലാ. അത് അവർ പറയുന്നത് ഞങ്ങളൊക്കെ ഫിത്രത്തിൽ ലജ്ജയുണ്ട്, ആ കാര്യമാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരോടും ലജ്ജയുള്ളവരാകണം, അള്ളാഹിനോട് ലജ്ജയുള്ളവരാകണം എന്ന് പഠിപ്പിക്കുമ്പോൾ സഹാബികൾ ആദ്യം പറഞ്ഞു, അൽഹംദുലില്ലാ, അള്ളാഹു നമുക്കൊക്കെ ഒരു ലജ്ജ നൽകിയിട്ടുണ്ടല്ലോ. അത് അവർ ആദ്യത്തെ ലജ്ജയാണ് പറയുന്നത്, ഫിത്രത്തിലുള്ള അവരുടെ ലജ്ജയാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ ദാലിക്, അതല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് അതിനപ്പുറത്തേക്ക് നിങ്ങളൊരു ലജ്ജയുടെ ദറജയിലേക്ക്, പദവിയിലേക്ക് എത്തണം. എന്താണ് ആ ലജ്ജ? അവിടുന്ന് പറഞ്ഞു, വ ഇന്നമൽ ഹയാ മിനല്ലാഹ് ഹഖൽ ഹയാ, അള്ളാഹുവിനോടുള്ള യഥാർത്ഥ രൂപത്തിലുള്ള ലജ്ജ എന്ന് പറഞ്ഞാൽ അൻ തഹ്ഫള റഅസ വമാ വഅ, നീ നിന്റെ തലയെയും അതിനുള്ളിൽ നീ സൂക്ഷിച്ചു വെക്കുന്ന കാര്യങ്ങളെയും നീ സൂക്ഷിക്കലാണ്. അതിൽ നീ നിറക്കുന്ന കാര്യം, അഥവാ നിന്റെ തലയിൽ ഒരിക്കലും മോശപ്പെട്ട ചിന്തകൾ, മോശപ്പെട്ട വിചാരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മുന്നിൽ നിനക്ക് ചിന്തിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നീ നിന്റെ തല കൊണ്ട് ചിന്തിക്കാൻ പാടില്ല. നിന്റെ തന്നയിൽ മോശപ്പെട്ട ചിന്തകൾ നീ വെക്കാൻ പാടില്ല, നീ ലജ്ജിക്കണം. വഅൻ തഹ്ഫളൽ ബഖന വമാ ഹവാ, അതുപോലെ നിന്റെ വയറും നീ സൂക്ഷിക്കണം. വമാ ഹവാ, അതുപോലെ നിന്റെ ജനനേന്ദ്രിയവും നീ സൂക്ഷിക്കേണ്ടതുണ്ട്, ലൈംഗിക അവയവം സൂക്ഷിക്കേണ്ടതുണ്ട്. ഹലാലായിരിക്കണം നീ നിന്റെ ശരീരത്തിലേക്ക്, നിന്റെ വയറ്റിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അത് ലജ്ജയുടെ ഭാഗമാണ്. ഹലാലല്ലാത്ത കാര്യം നീ നിന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. വഅൻ തദ്കുറൽ മൗത വൽ ബില, അതുപോലെ നീ മരണത്തെക്കുറിച്ച് സദാ ചിന്തിക്കണം. നീ മണ്ണു ചേരേണ്ടവനാണ് എന്ന ബോധ്യത്തിൽ നീ ജീവിക്കണം. ഇതൊക്കെ ലജ്ജയുടെ ഭാഗമാണ്. വമൻ അറാദൽ ആഖിറ തറക സീനത ദുനിയ, ആരെങ്കിലും ആഖിറത്തിനെ ഉദ്ദേശിച്ചാൽ അവൻ ദുനിയാവിന്റെ അലങ്കാരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ്. ദുനിയാവിനെ വിട്ടുനിൽക്കണം എന്ന് പറഞ്ഞിട്ടില്ല, മറിച്ച് ദുനിയാവിന്റെ പളവളപ്പുകളിൽ അവൻ അതിലേക്ക് പോവുകയില്ല. ആഖിറത്തിനെ ഉദ്ദേശിക്കുന്നവൻ ഫമൻ ഫഅല ദാലിക്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫഖദ് ഇസ്തഹ്യാ മിനല്ലാഹി ഹഖൽ ഹയാ, അവൻ അള്ളാഹുവിൽ നിന്നും യഥാർത്ഥ രൂപത്തിലുള്ള ലജ്ജ അവൻ കരസ്ഥമാക്കിയിരിക്കുന്നു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
പറഞ്ഞിട്ടുള്ളത്. നമ്മൾ മുൻഗാമികളൊക്കെ എടുത്തു നോക്കിയാൽ അവർ ലജ്ജയുടെ ഒരുപാട് അവരിൽ നിന്നും ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം ലജ്ജയുള്ള വ്യക്തിയാണ്. അദ്ദേഹം കുളിക്കുമ്പോൾ പോലും ഇരുന്നിട്ടാണ് കുളിക്കാറുണ്ടായിരുന്നത് എന്നാണ്. കാരണം നഗ്നനാണ്. അതുകൊണ്ട് ആ നഗ്നത നിന്നുകൊണ്ട് ആരുമില്ലാത്തൊരു സ്ഥലത്തായിട്ട് പോലും അദ്ദേഹം അങ്ങേയറ്റം ലജ്ജിച്ചിരുന്നു എന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് കാണാൻ സാധിക്കും. അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് പോലും, അദ്ദേഹം ടോയ്ലറ്റിൽ ഖലാഉൽ ഹാജക്ക് വേണ്ടി പോകുന്ന സമയത്ത് പോലും ആവശ്യമുള്ള ഭാഗം മാത്രമേ അദ്ദേഹം വസ്ത്രത്തിൽ നിന്നും നീക്കുകയുള്ളൂ, മുഴുവൻ വസ്ത്രം നീക്കുകയില്ല. ഇതൊക്കെ മുൻഗാമികൾ അത്രയും ലജ്ജ അവിടെ വരെ കാണിച്ചിരുന്നു, ആരുമില്ലാത്ത സ്ഥലങ്ങളിൽ വരെ അവർ കാണിച്ചിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇന്ന് സഹോദരങ്ങൾ എന്താണ് അവസ്ഥ? ആളുകൾക്ക് ഒരു മടിയില്ലാതായിപ്പോയി. പരസ്യമായിട്ട് പോലും ആണിനും പെണ്ണിനുമൊക്കെ ലജ്ജയില്ലാതായി തീരുകയാണ്. പഴയ കാലത്തില്ലാത്ത രൂപത്തിലേക്ക് തൻ്റെ ഭാര്യ ആളുകൾ കാണുന്നതോ തൻ്റെ ഭാര്യ ആളുകൾ ആസ്വദിക്കുന്നതോ ഇതൊന്നും ചിന്തിക്കാത്ത രൂപത്തിൽ പരസ്യമായി അവരെ ഇറക്കാൻ, ആളുകൾക്കിടയിൽ ഇറക്കാൻ ജനങ്ങൾക്ക് മടിയില്ലാതായി തീർന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു ലജ്ജിക്കുന്നേ ഇല്ല. എൻ്റെ ഭാര്യയല്ലേ, എൻ്റെ മക്കളല്ലേ, ഇവരൊക്കെ ആളുകൾ കാണുകയില്ലേ, അങ്ങനെ ഒരു ലജ്ജയില്ല. ഇനി ചെയ്യുന്നവന് പോലും അവനും ഒരു ലജ്ജയില്ല. പരസ്പരം ലജ്ജയില്ലാതെ മൃഗങ്ങളെക്കാളും അധപ്പതിക്കുന്ന രൂപത്തിൽ വസ്ത്രധാരണകളും ആ രൂപത്തിൽ പെരുമാറ്റങ്ങളും ഒക്കെയായി ആളുകൾ പോവാൻ. സഹോദരങ്ങളെ ശരിക്കും ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ലം തസ്തഹി, നിനക്ക് ലജ്ജയില്ലെങ്കിൽ ഫസ്ന മാ ശിഅത്, നിനക്ക് തോന്നുന്നത് പോലെ ചെയ്തുകൊള്ളൂ. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫസ്ന മാ ശിഅത്, ചെയ്യാനുള്ള അനുവാദം അങ്ങനെ നൽകുകയാണ്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പണ്ഡിതന്മാർ വളരെ കൃത്യമായി അതിന്റെ വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് താക്കീതാണ്. ഫസ്ന മാ ശിഅത് എന്നാണ്, തോന്നിയത് ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ അത് അനുവാദം നൽകുകയല്ല, മറിച്ച് താക്കീത് നൽകുകയാണ്. നിനക്ക് ലജ്ജ ഇല്ലെങ്കിൽ തോന്നിയത് ചെയ്തുകൊള്ളൂ, അതിന്റെ ഫലം നിനക്ക് കാണാൻ സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ശിക്ഷ നിനക്ക് ലഭിക്കും. അള്ളാഹു ഖുർആനിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞതുപോലെ ഇഅ്മലൂ മാ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ചെയ്തുകൊള്ളൂ എന്ന് കുഫാറുകളോടും അതുപോലെയുള്ള മുജ്രിമീങ്ങളോടൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ ആ തിന്മകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കുകയാണ്, അതല്ലെങ്കിൽ അത് ചെയ്യാൻ വിടുകയാണ് എന്നല്ല, മറിച്ച് അത് താക്കീതാണ്. അങ്ങനെ ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തുകൊള്ളൂ, നിങ്ങൾക്കതിന്റെ ശിക്ഷ പരലോകത്ത് ലഭിക്കുന്നതായിരിക്കും എന്ന രൂപത്തിലാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഫസ്ന മാ ശിഅത് എന്ന് പറഞ്ഞാൽ ലജ്ജ ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു, നിങ്ങൾക്ക് അതിൻ്റെത് കിട്ടുന്നതാണ് എന്നാണ് പറയുന്നത്. രണ്ടാമതൊരർത്ഥം പണ്ഡിതന്മാർ പറഞ്ഞത് അത് ഹൃദയം ശുദ്ധമായ മുഅ്മിനീങ്ങളോടുള്ള കൽപ്പനയാണ്. അഥവാ അവർക്ക് ലജ്ജയില്ല, ഒരു കാര്യത്തെ ലജ്ജിക്കേണ്ടതില്ല എങ്കിൽ അത് നിങ്ങൾ ചെയ്തുകൊള്ളൂ. ഒരു കാര്യം ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ലജ്ജ തോന്നാത്തൊരു കാര്യമാണ് എങ്കിൽ അത് നല്ല കാര്യമായിരിക്കും, അത് ചെയ്യുന്നതിൽ പ്രയാസമാണ്, അത് ചെയ്തുകൊള്ളൂ. കാരണം മുഅ്മിനീങ്ങൾ അവരുടെ ഹൃദയത്തിൽ ലജ്ജയുണ്ട്. അതുകൊണ്ട് തന്നെ തിന്മകൾ ചെയ്യുന്നതിലോ അതല്ലെങ്കിൽ ആളുകൾ മോശം പറയുന്ന ഒരു കാര്യം ചെയ്യുന്നതിലോ അത് വിട്ടുനിൽക്കുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ ഒന്നും ഇല്ലാത്തൊരു കാര്യമാണ് എങ്കിൽ അത് ചെയ്തുകൊള്ളൂ, അതിൽ കുഴപ്പമില്ല. അഥവാ ലജ്ജ തോന്നാത്തൊരു കാര്യമാണെങ്കിൽ നിങ്ങൾ ചെയ്തുകൊള്ളൂ എന്നുള്ള അനുവാദമാണ് അത് മറ്റൊരു അർത്ഥം എന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിന്റെ ശാഖകളെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞ കാര്യമാണ് വൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ, ഈമാനിന്റെ ഭാഗങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് ലജ്ജ എന്നുള്ളത്. ഒരിക്കൽ അവിടുന്ന് ഒരു വ്യക്തിയുടെ അരികിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു പോവുകയാണ്. അപ്പോൾ ആ വ്യക്തി അയാളുടെ സഹോദരനെ, അയാൾക്ക് ഒരുപാട് ലജ്ജയാണ്, നിന്റെ ഈ ലജ്ജ കാരണം നിനക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ സാധിക്കുന്നില്ല, നീ ഭയങ്കര ലജ്ജയായിപ്പോയി, നിനക്ക് ഒരുപാട് ലജ്ജയുണ്ട് എന്ന് പറഞ്ഞ് അയാൾ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ഈ ആക്ഷേപിക്കുന്ന മൂത്ത സഹോദരനെ വിളിച്ചു പറഞ്ഞു, ദഅഹു, അവനെ വിട്ടേക്കു, ഫഇന്നൽ ഹയാ മിനൽ ഈമാൻ, തീർച്ചയായും ഹയാ ലജ്ജ എന്ന് പറയുന്നത് അത് ഈമാനിൽപ്പെട്ട കാര്യമാണ്, വിശ്വാസത്തിൽപ്പെട്ട കാര്യമാണ്. വേറെ ചില റിവായത്തിൽ കാണാം അൽ ഹയാ ഖൈറുൻ കുല്ലു, ഹയാ ലജ്ജ എന്ന് പറയുന്നത് അതെല്ലാം നന്മയുള്ളൂ. ഒരാൾക്ക് ലജ്ജ കൂടിപ്പോയാൽ അതിലൊന്നുമില്ല, അത് അയാളുടെ വിശ്വാസം നന്നായിരിക്കും എന്നൊക്കെ കാണാൻ സാധിക്കും. അതുപോലെ അൽ ഹയാ ലാ യഅതി ഇല്ലാ ബിഖൈർ, ലജ്ജ നന്മ അല്ലാതെ കൊണ്ടുവരികയില്ല. ഒരാൾക്ക് ലജ്ജ ഉണ്ടെങ്കിൽ അയാളെ അങ്ങനെ ലജ്ജ പാടില്ല എന്ന് പറഞ്ഞ് നമ്മൾ താക്കീത് ചെയ്യേണ്ടതില്ല. ലജ്ജ എപ്പോഴും നന്മയെ ഉണ്ടാവുകയുള്ളൂ എന്നാണ്. എന്നാൽ സഹോദരങ്ങളെ, ആക്ഷേപാർഹമായ ഒരു ലജ്ജയുണ്ട്. അത് സത്യം നമുക്ക് തുറന്നു പറയാനുള്ള ലജ്ജയാണ്, അല്ലെങ്കിൽ സത്യം അറിയുന്നതിന് വേണ്ടി ചോദിക്കുവാനുള്ള ലജ്ജയാണ്. നബി സല്ലല്ലാഹു ആയിഷ റളിയല്ലാഹു അൻഹ അൻസാരികളായ സ്ത്രീകളെ പുകഴ്ത്തി പറഞ്ഞല്ലോ, അവർക്ക് സത്യം ചോദിക്കുന്നതിന് അവർ ലജ്ജയില്ല. അതായത് സത്യം അറിയുന്നതിന് വേണ്ടി അവർക്ക് പല ത്വഹാറത്തിന്റെയും മറ്റുമൊക്കെ വിഷയങ്ങൾ അറിയുന്നതിന് വേണ്ടി മടിച്ചു നിന്ന് അവർ ചോദിക്കാതിരുന്നിട്ടില്ല, മറിച്ച് അവർക്ക് ആ ദീനിയായ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, അവര് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ലജ്ജ കാരണത്താൽ ഇപ്പൊ നമ്മൾ കൂട്ടത്തിൽ ഒരാൾക്ക് ഇപ്പൊ ജനാബത്തിന്റെ കുളിയെ കുറിച്ച് അറിയില്ല, മടിയാണ്,
ഞാൻ ഇപ്പം ചോദിച്ചാൽ അയാൾക്ക് മടി, ഞാൻ ഇപ്പം ചോദിച്ചാൽ ആൾക്കാർ വിചാരിക്കും ഇത്രയും കാലം ഞാൻ 10, 40, 50 വയസ്സായി, ഇത്രയും കാലം ഞാൻ ഇത് കുളി അറിയാതെയാണ് കുളിച്ചതെന്ന് ആൾക്കാർ ധരിക്കില്ലേ എന്ന് വിചാരിച്ച് അയാൾ ചോദിക്കാതിരിക്കും. വർഷങ്ങൾ കഴിഞ്ഞു പോകും, ഇയാൾക്ക് അറിയണ്ടാവില്ല. അപ്പം അങ്ങനെ ലജ്ജ പാടില്ല. അതായത് ചിലപ്പോൾ നിസ്കാരത്തിന് ചെറിയൊരു കാര്യമായിരിക്കും, നിസ്കാരത്തിനൊരു കാര്യം, അല്ല വുളുവിൻ്റെ ഒരു കാര്യം. അപ്പം നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾക്ക് ഒരു ലജ്ജ. അപ്പം ഞാൻ ചോദിച്ചെന്ത് ചോദിക്കാം, ഇത്രയും കാലം പള്ളിയിലൊക്കെ ഉണ്ടായ ആളാണ്, ഇത്രയും കാലം ക്ലാസ്സുകൾക്കൊക്കെ പങ്കെടുക്കുന്ന ആളാണ്. ഇപ്പം ഞാൻ ചോദിച്ചാൽ അയാൾ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഇന്നാൾ എന്ത് വിചാരിക്കും? അങ്ങനെ ഹക്കറിയുന്നതിന് വേണ്ടിയിട്ട് ലജ്ജ നമുക്ക് തടസ്സമാകരുത്. അത് വലിയ അപകടമാണ്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. മറിച്ച് ലജ്ജ അവിടെ ആക്ഷേപാർഹമായ ലജ്ജയാണ് എന്ന് സഹോദരങ്ങളെ അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതല്ലെങ്കിൽ ലജ്ജ എന്ന് പറയുന്നത് അത് ഈമാനിന്റെ ഭാഗമാണ് എന്ന് കാണാം. ഒരു ഹദീസിൽ ഇങ്ങനെയും വന്നിട്ടുണ്ട്, ഇന്നൽ ഹയാ വൽ ഈമാന കുരിന ജമീഅൻ, തീർച്ചയായും ലജ്ജയും വിശ്വാസവും കോർത്തിണക്കപ്പെട്ടിരിക്കുകയാണ്. ഫൈദാ റുഫിയ അഹദുഹുമാ റുഫിയൽ ആഖിർ, ഒന്ന് ഉയർന്നാൽ മറ്റേതും പോകും. കാരണം ഇത് രണ്ടും ബന്ധം വിടൂല. ലജ്ജയും ഈമാനും ഇങ്ങനെ കോർത്തിണക്കപ്പെട്ടിട്ടുള്ളതാണ്. ഒരാളുടെ ലജ്ജ നഷ്ടപ്പെടുകയാണെങ്കിൽ അയാളുടെ ഈമാൻ നഷ്ടപ്പെടുകയാണ് എന്നാണ് അതിന്റെ അർത്ഥം. ഒരാളുടെ ഈമാൻ ഇല്ലാതായി തീരുന്നുണ്ടാക്കി ലജ്ജയും ഇല്ലാതായി തീരും എന്നായിരിക്കും അതിന്റെ അർത്ഥം. അപ്പൊ അത്രയും ഈമാനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സഹോദരങ്ങളെ ലജ്ജയുണ്ടാകുക എന്ന കാര്യം. ആ ഒരു പാഠമാണ് യഥാർത്ഥത്തിൽ ഈ 20-ാമത്തെ ഹദീസിൽ വന്നിട്ടുള്ളത്. അതിനുശേഷം അടുത്ത ഹദീസ് 21-ാമത്തെ ഹദീസ് നമുക്ക് മനസ്സിലാക്കാം. അൽ ഹദീസു അൽ ഹാദി വൽ ഇശ്റൂൻ, 21-ാമത്തെ ഹദീസാണത്. ആ ഹദീസിൽ കാണാൻ സാധിക്കും, അൻ അബി അംറിൻ വഖീല അബി അംറത സുഫിയാൻ ഇബ്നു അബ്ദില്ലാ അസ്സഖഫി റളിയല്ലാഹു അൻഹു ഖാൽ, അദ്ദേഹം പറയാണ്, ഖുൽതു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഖുല്ലി ഫിൽ ഇസ്ലാമി ഖൗലൻ, എനിക്ക് ഇസ്ലാമിൽ ഒരു വാക്ക് പറഞ്ഞു തരണം, ലാ അസ്അലു അൻഹു അഹദൻ ഗൈറക്, ആ ഒരു കാര്യം ഞാൻ താങ്കളോടല്ലാതെ മറ്റൊരാളോട് ഞാൻ ചോദിക്കുന്നില്ല, താങ്കളോട് മാത്രമേ ചോദിക്കുന്നുള്ളൂ. അത്രയും എനിക്ക് വേണ്ടപ്പെട്ട ഒരു കാര്യം താങ്കൾ പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. പ്രധാനപ്പെട്ട ഒരു ഉപദേശം ആവശ്യപ്പെടുകയാണ്. ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖുൽ ആമൻതു ബില്ലാഹ് സുമ്മ ഇസ്തഖീം, നീ പറയണം ആമൻതു ബില്ലാഹ്, അല്ലാഹുവിൽ വിശ്വസിച്ചിട്ടുണ്ട്, സുമ്മ ഇസ്തഖീം, പിന്നീട് നീ അതിൽ നേരെ ചൊവ്വ ഇസ്തിഖാമത്തോടുകൂടി നിലനിൽക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ് സഹോദരങ്ങളെ. ഇത് ഒരു വലിയ ഹദീസുള്ളൂ, പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. അബു അംറ അല്ലെങ്കിൽ അബു അംർ സുഫിയാൻ ഇബ്നു അബ്ദില്ല, സുഫിയാൻ എന്നുള്ള വാക്ക് അറബി ഭാഷയിൽ സുഫിയാൻ എന്നും സഫിയാൻ എന്നും സിഫിയാൻ എന്നും ഒക്കെ വായനയുണ്ട്. ഏറ്റവും മഷ്ഹൂറായ അറിയപ്പെട്ട വായന ലമ്മോണ്ടുള്ള സുഫിയാൻ എന്നുള്ള വാക്കാണ്. അപ്പൊ സഹാബി സുഫിയാൻ ഇബ്നു അബ്ദില്ല അസ്സഖഫി, അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചത്, യാ റസൂലല്ലാഹ് ഖുല്ലി ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അൻഹു അഹദൻ ഗൈറ, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് ഇസ്ലാമിൽ ഒരു ഖൗല് പറഞ്ഞു തരണം, ഞാൻ മറ്റൊരാളോടും ചോദിക്കുകയില്ല എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കാനും അല്ലാഹുവിൽ വിശ്വസിക്കാനും അതിൽ ഇസ്തിഖാമത്തോടുകൂടി മരണം വരെ അടിയുറച്ചു നിൽക്കാനുമാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഈ റിവായത്ത് അത് ഇമാം മുസ്ലിം മാത്രമേ ഉദ്ധരിച്ചിട്ടുള്ളൂ. ഇമാം ബുഖാരി ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടില്ല. ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അഥവാ അള്ളാഹുവിലുള്ള വിശ്വാസത്തെക്കുറിച്ചും ഇസ്തിഖാമത്തിനെ കുറിച്ചും അറിയിക്കുന്ന കാര്യമാണ്. കാരണം ഈ രണ്ട് കാര്യങ്ങളും ഒരാളിലുണ്ട് എങ്കിൽ അയാൾ മാത്രമാണ് യഥാർത്ഥത്തിൽ രക്ഷപ്പെടുന്നത്. ഈ കാര്യമാണ് എല്ലാ ഹുതുബകളിലും എല്ലാ സംസാരങ്ങളിലും നമ്മൾ തഖ്വ കൊണ്ടുള്ള വസിയത്തിൻ്റെയോടൊപ്പം കേൾക്കുന്ന കാര്യം ഇതാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഇതാണ് ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത്. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട പ്രകാരം സൂക്ഷിക്കുക. ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി, എപ്പോഴും തഖ്വയോടുകൂടി നിങ്ങൾ ജീവിക്കണം. പക്ഷെ അവിടെ തീരുന്നില്ല. കാരണം ഇസ്തിഖാമത്ത് എന്ന് പറയുന്നത് തഖ്വയോടുകൂടി ജീവിക്കുകയും അതിലായി സഞ്ചരിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കാൻ പാടില്ല. അഥവാ തഖ്വ എന്ന് പറയുന്ന ഒരു സീസണിലേക്കോ ഒരു പ്രത്യേക സമയത്തേക്കോ നിങ്ങൾക്ക് ഉണ്ടായത് കൊണ്ട് കാര്യമില്ല. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളല്ല ആയിക്കൊണ്ടല്ലാതെ മരിക്കാൻ പാടില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബകളിൽ പറഞ്ഞ കാര്യമാണ്. അള്ളാഹു തആല സൂറത്തുൽ അഹ്ഖാഫിൽ പറഞ്ഞല്ലോ, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, തീർച്ചയായും എൻ്റെ റബ്ബ് അള്ളാഹു ആണെന്ന് പ്രഖ്യാപിച്ചവർ, സുമ്മ ഇസ്തഖാമു, എന്നിട്ട് ഇസ്തിഖാമത്തിൽ നിലകൊണ്ടവർ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ രണ്ട് കാര്യമാണ് അള്ളാഹു തആല ഖുർആനിൽ ഈ ആയത്തിലും പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? ഖുൽ ആമൻതു ബില്ലാഹ്, നീ അള്ളാഹു വിശ്വസിക്കണം, പിന്നെ സുമ്മ ഇസ്തഖീം, നീ ഇസ്തിഖാമത്തോടുകൂടി നിലനിൽക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ട് ഗുണങ്ങളും സ്വീകരിച്ച, ഈ ഉപദേശം സ്വീകരിച്ച ആളുകൾക്ക് ഉണ്ടാകുന്ന നേട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്,
തീർച്ചയായും എൻ്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പ്രഖ്യാപിച്ചവർ സുമ്മസ്തഖാമു എന്നിട്ട് അവർ ഇസ്തിഖാമത്തോടുകൂടി മരണം വരെ അതിൽ നിന്നും വ്യതിചലിക്കാതെ നേരെ സഞ്ചരിച്ച ആളുകൾ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അവർക്ക് യാതൊരു ഭയപ്പാടിൻ്റെയും ആവശ്യമില്ല, യാതൊരു സങ്കടവും അവർക്ക് ഉണ്ടാകേണ്ടതില്ല. ഉലൈക അസ്ഹാബുൽ ജന്ന കാരണം അവർ അസ്ഹാബുൽ ജന്നയാണ്, സ്വർഗത്തിന്റെ ആളുകളാണ്. ഖാലിദീന ഫിഹ അവരവിടെ ശാശ്വതവാസികളായിരിക്കും. ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ ദുനിയാവിൽ അവർ തഖ്വയോടുകൂടി ജീവിച്ച് മരണം വരെ അതിൽ മുറുകെ പിടിച്ചതിന്റെ പ്രതിഫലമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സൂറത്തുൽ ഫുസ്സിലത്തിലും സമാനമായത് കാണാം. ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹ് തീർച്ചയായും റബ്ബ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് എൻ്റെ റബ്ബെന്ന് പ്രഖ്യാപിച്ചവർ സുമ്മസ്തഖാമു മരണം വരെ അതിൽ അടിയുറച്ചു നിന്ന തൗഹീദിൽ അടിയുറച്ചു നിന്ന ആ ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കുള്ള സന്തോഷ വാർത്ത മരണവേളയിൽ തതനസ്സലു അലൈഹിമുൽ മലായിക മരണവേളയിൽ മലായിക്കത്തുകൾ ഒന്നിനു പുറമെ ഒന്നായി ഇറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. ഒന്നോ രണ്ടോ മലായിക്കത്തുകളല്ല. ഓരോ മനുഷ്യനും ഈ പറയുന്ന തൗഹീദ് അനുസരിച്ച് ജീവിച്ച് ഇസ്തിഖാമത്തോടുകൂടി തഖ്വയോടുകൂടി ഹറാമുകളിൽ നിന്ന് വിട്ടുനിന്ന് ഹലാലുകൾ വാജിബുകൾ അത് മാത്രം ജീവിതത്തിൽ പകർത്തി ജീവിച്ചാൽ മരണവേളയിൽ തതനസ്സലു അലൈഹിമുൽ മലായിക മലായിക്കത്തുകൾ ഓരോന്നോരോന്നായി അവന്റെ മുന്നിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് ആ മലായിക്കത്തുകൾ അവിടെ പറയുന്ന വാക്കുകളാണ് അല്ലാ തഖാഫു വലാ തഹ്സനു നിങ്ങൾ ഇനി ഭയപ്പെടേണ്ടതില്ല. ഇനി വരാൻ പോകുന്ന കാര്യത്തെ ആലോചിച്ചിട്ടാണ് ഖൗഫ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് വേണ്ട. ഇനി വരാൻ പോകുന്ന സ്വർഗാണ്. അതുകൊണ്ട് ഒരു പേടി നിങ്ങൾക്ക് വേണ്ട. ഖബറിന്റെ ജീവിതമാകട്ടെ പരലോകമാകട്ടെ ഒന്നും നിങ്ങൾ പേടിക്കേണ്ടതില്ല. അല്ലാ തഖാഫു ഇനി വലാ തഹ്സനു ആളുകൾക്ക് മരിക്കാൻ പോകുമ്പോൾ എപ്പോഴുള്ള മനുഷ്യന്മാരുടെ ചിന്ത എന്താണ്? ഞാൻ മരിച്ച എൻ്റെ കുടുംബക്കാരെന്ത് ചെയ്യും, മക്കൾ എന്ത് ചെയ്യും, ഭാര്യ എന്ത് ചെയ്യും, ഇവിടെയുള്ള എൻ്റെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എന്ത് ചെയ്യും ഞാൻ മരിച്ചാൽ? ആ മലായിക്കത്തുൽ വലാ തഹ്സൻ ഒന്നും അങ്ങനെ ഒരു വ്യസനം നിങ്ങൾക്ക് വേണം. വിട്ടേച്ച് പോകുന്ന കാര്യത്തിനെ കുറിച്ച് ഒരു ടെൻഷനും വേണ്ട. മനസ്സ് ഭയങ്കര സന്തോഷമായി പോകാൻ പോകുന്നത് സന്തോഷത്തിലേക്ക്. ഇനി വിട്ടേച്ച് പോകുന്ന കാര്യത്തെക്കുറിച്ചും ഒന്നും വേണ്ട. ഒപ്പം പറഞ്ഞു കൊടുക്കുകയാണ് അബ്ശിറൂ ബിൽ ജന്ന നിങ്ങൾക്ക് സ്വർഗവുമുണ്ട്. വരുന്നിടത്തൊരു പേടിക്കാനൊന്നും ഇല്ല എന്ന് ആദ്യം പറഞ്ഞു കൊടുത്തു. അബ്ശിറൂ ബിൽ ജന്ന അല്ലതീ കുൻതും തുഅദൂൻ അല്ലാഹു തആല ഖുർആനിലൂടെ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് എത്ര ആയത്തിലൂടെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഹദീസിലൂടെ എത്ര നിങ്ങൾ കേട്ടു. ആ സ്വർഗം ഇതാ നിങ്ങൾക്ക് കിട്ടാൻ പോകുകയാണ്. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയ ദുനിയാവിൽ ഞങ്ങൾ നിങ്ങളുടെ ഔലിയാക്കളായിരുന്നു. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മലായിക്കത്തുകളെ മനുഷ്യരുടെ ഒരുപാട് കാര്യങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള മനുഷ്യരുടെ രക്ഷാധികാരികളായിട്ടുണ്ട്. അല്ലെ, പല കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരാണ് നമുക്ക് വഹിയുമായി വന്നിട്ടുള്ളത്. അവരാണ് നമ്മുടെ കർമ്മരേഖകൾ എഴുതിയെടുത്തിട്ടുള്ളത്. ഹഫളത്തിന്റെ മലക്കുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇതിനോടും അവന്റെ സമ്മതത്തോടു കൂടി എന്തെങ്കിലും ഉപദ്രവങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ടെങ്കിൽ ആ മലായിക്കത്തുകൾ സംരക്ഷിക്കാൻ വേണ്ടി അല്ലാഹു തആല നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാടുണ്ട്. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തിദ് ദുനിയ ദുനിയാവിൽ ഞങ്ങൾ നിങ്ങൾക്ക് രക്ഷാധികാരികളായിട്ടുണ്ട്. വഫിൽ ആഖിറ ഇനി പരലോകത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസകും നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ മനസ്സാഗ്രഹിക്കുന്ന എല്ലാം അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്. വലക്കും ഫീഹാ മാ തദ്ഊൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കിയ വാഗ്ദാനം ചെയ്തിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും അവിടെയുണ്ട് എന്ന് സഹോദരങ്ങളെ ആ മലായിക്കത്തുകൾ പറയുമെന്നാണ്. ഇതാർക്കാണ്? ഈ ഹദീസിൽ പറഞ്ഞതുപോലെ ആമൻതു ബില്ലാഹ് സുമ്മസ്തഖീം വിശ്വസിക്കണം. അവിടെ പോരാ. ഞാൻ ആമൻതു ബില്ലാഹ് എന്ന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരാൾ പ്രഖ്യാപിച്ചത് കൊണ്ട് ഞാൻ മുസ്ലിം ആയിക്കണ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. സുമ്മസ്തഖീം അതിൽ അടിയുറച്ച് നിൽക്കുക എന്നുള്ളതാണ് കാര്യം. മരണം വരെ അതിൽ നിൽക്കണം. ആ വിശ്വാസത്തിൽ ഒരു അണുകിട വ്യതിചലിക്കാൻ പാടില്ല. തൗഹീദിൽ വ്യതിചലിക്കാൻ പാടില്ല. അല്ലാഹുവിലുള്ള വിശ്വാസത്തിൽ വ്യതിചലിക്കാൻ പാടില്ല. മുഴുവൻ വിശ്വാസ കാര്യങ്ങളും നമ്മൾ അടിയുറച്ചു നിന്നു. നമ്മുടെ അമലുകളെല്ലാം അല്ലാഹുവിന്റെ തൃപ്തിക്കനുസരിച്ച് നമ്മൾ മാറ്റിയാൽ കിട്ടുന്ന ആ സന്തോഷ വാർത്തയെക്കുറിച്ചാണ് സൂറത്ത് ഫുസ്സിലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അവർ പറയുന്നതായിട്ട് അബ്ശിർ ബിറൗഹിൻ വറൈഹാൻ വറബ്ബിൻ ഗൈരി ഗൾബാൻ ഇതാ നിങ്ങൾക്ക് സ്വർഗത്തു നിന്നുള്ള നല്ല പരിമണങ്ങൾ ഇതാ നിങ്ങൾക്ക് സന്തോഷ വാർത്തയായിട്ടുണ്ട്. ഒരിക്കലും കോപിക്കാത്തൊരു റബ്ബും നിങ്ങൾക്കുണ്ട് എന്ന് സ്വർഗീയവാസികളോട് പറയാം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പ്രവേശിച്ച ഒരാളോടും ഒരു കോപവും അവർക്കില്ല. അവർക്കൊരാളോടും ഒരു വെറുപ്പും അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിക്കുകയില്ല. അപ്പോൾ സഹോദരങ്ങൾ, ഇതൊക്കെ ഇസ്തിഖാമത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം ചോദിച്ചത് യാ റസൂൽ അല്ലാഹ് കുല്ലി ഫിൽ ഇസ്ലാം അല്ലാഹുവിന്റെ റസൂലെ എനിക്ക് ഇസ്ലാമിൽ ഒരു കാര്യം പറഞ്ഞു തരണം. ഖൗലൻ ലാ അസ്അലു അൻഹു അഹദൻ ഗൈറക ഒരു വാക്ക് ഞാൻ ഒരാളോടും ഇനി ചോദിക്കുകയില്ല. ചില റിവായത്തിൽ ലാ അസ്അലു അൻഹ അഹദൻ ഗൈറക് എന്നാണ്, മറ്റൊരാളോട് ഞാൻ ചോദിക്കാതെ, അല്ലെങ്കിൽ അഹദൻ ബഅദക്
താങ്കൾക്ക് ശേഷം ഒരാളോട് ഞാൻ ചോദിക്കുകയില്ല. അഥവാ അങ്ങനെ ഒരു ചോദ്യം, എനിക്ക് ഈ ഒരു ചോദ്യത്തിന് വേണ്ടി ഒരാളോട് പോകേണ്ടി വരാത്ത രൂപത്തിൽ വളരെ വ്യക്തമായ എനിക്ക് ഏറെ ഉപകരിക്കുന്ന ഒരു കാര്യം പറഞ്ഞു തരണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞത്, അപ്പോൾ അവിടുന്ന് പറഞ്ഞു ആമൻതു ബില്ലാഹ്, കുൽ ആമൻതു ബില്ലാഹ്. അവിടെ കുൽ എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ പണ്ഡിതന്മാർ വിശദീകരിച്ചു, അത് നാവ് കൊണ്ട് നീ പറയലും നിന്റെ മനസ്സുകൊണ്ട് നീ വിശ്വസിക്കലുമാണ്. അതുകൊണ്ട് മനസ്സിൽ വിശ്വാസം ഇല്ലാതെ ഒരാൾ നാവ് കൊണ്ട് പറഞ്ഞാൽ അയാൾക്ക് ഈ പറയുന്ന രക്ഷ കിട്ടുകയില്ല. കാരണം മുനാഫിക്കുകൾ അവര് നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, അവർ ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, അവർ നിസ്കരിക്കാൻ പോലും ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അവർക്ക് ഫലപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് കുൽ എന്ന് പറഞ്ഞാൽ ഐ കുൽ ബി ഖൽബിക വ കുൽ ബിലിസാനി, നിന്റെ മനസ്സുകൊണ്ട് ആദ്യം നീ പറയണം, നിന്റെ മനസ്സിൽ അത് ഉറപ്പിക്കണം. അതാണ് നീ നാവ് കൊണ്ട് പറയുന്നത്. മനസ്സുകൊണ്ട് ഉറപ്പിക്കാതെ നാവ് കൊണ്ട് പറഞ്ഞാൽ അത് ഉപകരിക്കുകയില്ല. അതുകൊണ്ട് കുൽ എന്ന് പറഞ്ഞാൽ നീ മനസ്സുകൊണ്ട് അത് മനസ്സിലാക്കി നാവ് കൊണ്ട് ഉച്ചരിക്കണം. കുൽ ആമൻതു ബില്ലാഹ്, അല്ലാഹുവിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയണം. ഇവിടെ ആമൻതു ബില്ലാഹ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അൽ ഈമാൻ എന്നുദ്ദേശിക്കുന്നത് സഹോദരങ്ങളെ മൂന്നർത്ഥത്തിൽ ഈമാൻ ഉദ്ദേശിക്കാറുണ്ട്. ഒന്ന്, ഈമാനിന്റെ അറിയപ്പെട്ട നിർവചനമാണ്, അത് അൽ ഖൗലു ബിൽ ലിസാൻ വഇഅ്തിഖാദു ബിൽ ജിനാൻ വൽ അമലു ബിൽ ജവാരിഹ്, അഥവാ നാവ് കൊണ്ട് നീ പറയണം, കൽബ് കൊണ്ട് വിശ്വസിക്കണം, ശരീരത്തിന്റെ കർമ്മപദത്തിൽ അത് കൊണ്ടുവരണം. അതൊക്കെ ഈമാനാണ്. ആ അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്നത് മറ്റൊരു അർത്ഥത്തിൽ ഉപയോഗിക്കാറുള്ളത് ഉള്ളിലുള്ള കാര്യത്തെ വിശ്വാസം എന്ന് പറയും. അപ്പൊ നമ്മൾ ഹദീസ് ജിബ്രീലൊക്കെ കേട്ടിട്ടുണ്ട്. അവിടെ ഇസ്ലാം കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഇതൊക്കെയാണ് പറഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് നാവ് കൊണ്ട് പറയല്, അതൊക്കെയാണ് ഷഹാദത്ത്. എന്നാൽ ഈമാൻ കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ അള്ളാഹുള്ള വിശ്വാസം, മലായിക്കത്തുള്ള വിശ്വാസം, റസൂലിലും കിതാബിലൊക്കെ ഉള്ള വിശ്വാസമാണ് പറയുന്നത്. അപ്പൊ ആ നിലയ്ക്ക് രണ്ടാമത് ഈമാനുള്ള അർത്ഥം എന്ന് പറയുന്നത് മനസ്സിലുള്ള വിശ്വാസമാണ്. അതും ഇവിടെ ഉൾക്കൊള്ളുന്നുണ്ട്. മൂന്നാമത് ഈമാനിനുള്ള ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ അത് തൗഹീദാണ്. തൗഹീദ്, അള്ളാഹുവിന്റെ ഏകത്വത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നതാണ് ഈമാൻ ഉണ്ടാവുക എന്ന് പറഞ്ഞത്. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഏകത്വത്തിൽ വിശ്വസിക്കണം. ഏതുപോലെ അള്ളാഹു തആല പറഞ്ഞു, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽ, വിശ്വസിക്കുകയും അവരുടെ വിശ്വാസത്തിൽ അഥവാ അവരുടെ തൗഹീദിൽ ബിളുൽ, ഒരു അക്രമം എന്ന് പറഞ്ഞാൽ ഈ അക്രമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇന്ന ശിർക ലഗുൽമുൻ അളീം, ശിർക്ക് കലരാതിരിക്കുകയും ചെയ്ത ആളുകൾ, ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ, അവർക്കാണ് നിർഭയത്വമുള്ളത്, അവർക്കാണ് സന്മാർഗമുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ കുൽ ആമൻതു ബില്ലാഹ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ഉദ്ദേശിക്കുന്നുണ്ട്. അഥവാ ആമൻതു ബില്ലാഹ് എന്ന് പറയുമ്പോൾ നീ തൗഹീദുള്ളവനാകണം, നിന്റെ ഉള്ളിലുള്ള വിശ്വാസം ശരിയാക്കണം, ഈമാൻ കാര്യങ്ങളെല്ലാം വേണം. അതുപോലെ തന്നെ നിന്റെ ഈമാൻ കൊണ്ട് പ്രഖ്യാപിക്കലും അത് ശരീരത്തിൽ കൊണ്ടുവരലും, അതുപോലെ തന്നെ നിന്റെ മനസ്സിലുള്ള വിശ്വാസം ഒക്കെ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞത് ഇവിടെ ഖുൽ ആമൻതു ബില്ലാഹ് എന്ന് പറയുമ്പോൾ നീ പറയുക, പ്രഖ്യാപിക്കുക. ആമൻതു ബില്ലാഹ് എന്ന് പറയുമ്പോൾ ഈമാനിന്റെ 3 കാര്യങ്ങളും അവിടെ ഉൾക്കൊള്ളുന്നുണ്ട്. ഒന്ന്, ബാഹ്യമായ ഉസൂലുൽ ഈമാൻ, വിശ്വാസ കാര്യങ്ങൾ, 6 ഈമാൻ കാര്യങ്ങൾ, അത് നീ പ്രഖ്യാപിക്കണം. 2, നാവ് കൊണ്ട് പ്രഖ്യാപിക്കുകയും ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ശരീരം കൊണ്ട് നീ ഈമാനിനെ താല്പര്യമുണ്ടാക്കുന്ന, ഈമാനിനെ അനിവാര്യമാക്കുന്ന മുഴുവൻ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും വേണം. 3, നീ തൗഹീദുള്ളവനായിരിക്കണം. ഇതാണ് ആമൻതു ബില്ലാഹ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നീട് പറഞ്ഞു സുമ്മസ്തഖിം, നീ നേരെ ചൊവ്വെ നിലകൊള്ളണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇസ്തഖാമ എന്ന് പറയുന്ന വാക്ക് അറബി ഭാഷയിൽ ഖാമ എന്ന് പറയുന്ന വാക്കിന്റെ മുന്നിലാണ് അലിഫും സീനും തായും ചേർന്നിട്ട് ഇസ്തഖാമ എന്ന് പറയുന്ന വാക്കുണ്ടായിട്ടുള്ളത്. ഇവിടെ അലിഫും സീനും തായും ഒരു വാക്കിന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ 2 അർത്ഥമാണ് അതിനുള്ളത്. നിങ്ങൾ പലപ്പോഴും അറിയുന്ന ഒരു കാര്യമാണ്. ഒന്ന്, അത് തൊലബിന്റെ അർത്ഥമാണ്. ഉദാഹരണത്തിന് ഇസ്തഗ്ഫറ എന്ന് പറഞ്ഞാൽ പുറത്ത് തേടാൻ നമ്മൾ ആവശ്യപ്പെടലാണ്. ഇസ്തഗാസ എന്ന് പറഞ്ഞാൽ സഹായം തേടലാണ്. ഇസ്തആന എന്ന് പറഞ്ഞാൽ സഹായം തേടലാണ്. ഇസ്തആസ എന്ന് പറഞ്ഞാൽ രക്ഷ തേടലാണ്. അത് തൊലബിന്റെ ഒരു അർത്ഥമാണ്. അലിഫ് സീന് താ ഒരു വാക്കിന്റെ മുന്നിലുണ്ടെങ്കിൽ. രണ്ടാമത്തെ അർത്ഥം അൽ മുലാസമത്തു വകസ്റത്തുൽ ഇത്തിസാഫ്, ഒന്ന് പതിവായി അത് ധാരാളമായി ആ ഗുണമുണ്ട് എങ്കിൽ അതിനെയാണ് അലിഫ് സീന് താ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ ഇസ്തഖാമ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞാൽ അത് ആ ഗുണം നിന്നിൽ പതിവായി ഉണ്ടാകേണ്ടതുണ്ട്, ധാരാളമായി ഉണ്ടാകേണ്ടതുണ്ട്. നീ എന്നും അടിയുറച്ച് നിൽക്കേണ്ടവനാണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇഫ് അലി തആതി വത്രുകുൽ ഖബായിസ്. പണ്ഡിതന്മാർ പറഞ്ഞു, നീ അള്ളാഹു പറഞ്ഞ പുണ്യങ്ങളൊക്കെ പ്രവർത്തിക്കണം, ഖബായിസുകൾ മോശപ്പെട്ട കാര്യങ്ങളൊക്കെ നീ വർജിക്കണം. ഇതാണ് ഇസ്തിഖാമത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേറെ ചിലർ പറഞ്ഞു, മരണം വരെ
നീ അത് പുലർത്തലാണ്. വഅ്ബുദ് റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ, നീ നിന്റെ റബ്ബിനെ ഇബാദത്ത് ചെയ്യേണ്ടത് മരണം നിന്നിൽ വന്നെത്തുന്നത് വരെയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അവസാനമായി സഹോദരങ്ങളെ, ഇസ്തിഖാമത്തുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്തിഖാമത്തുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങൾ മനസ്സിലാക്കണം ഈ ഹദീസിൽ. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വസിയത്താണ് ഇസ്തിഖാമത്ത്. അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ഈ ഹദീസിൽ പറഞ്ഞ വസിയത്താണ് നിങ്ങൾ ഇസ്തിഖാമത്തോടുകൂടി നിലനിൽക്കുക എന്നുള്ളത്. ആ ഇസ്തിഖാമത്ത് നേടാൻ 2 മാർഗമാണുള്ളത്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്യുക. 2, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ അനുസരിച്ച് പിൻപറ്റുക. ഖുൽ ആമൻതു ബില്ലാഹ് എന്ന് പറഞ്ഞാൽ ഇത് ഇഖ്ലാസ് ആണ് ഉദ്ദേശിക്കുന്നത്, മുവഹിദാവുക. 2, സുമ്മസ്തഖീം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന നേരായ മാർഗം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുക. വിശ്വസിക്കണം, അവിടെ നിൽക്കരുത്. എന്നിട്ട് നേരായ മാർഗത്തിലേക്ക് തന്നെ സഞ്ചരിക്കണം. ആ നേരായ മാർഗത്തിൽ നിന്ന് സിറാത്തൽ മുസ്തഖീമിൽ നിന്ന് തെറ്റിച്ച് കളയുന്ന അനേകം വഴികളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു കമ്പെടുത്തു കൊണ്ടുവന്നിട്ട് സഹാബികൾക്ക് കാണിച്ചു കൊടുത്തതാണ്. ഹാദാ സിറാത്തു മുസ്തഖീം, നേർക്ക് നേരെ ഒരു വഴി വരച്ചിട്ട് പറയും, ഇതാണ് യഥാർത്ഥ വഴി, എൻ്റെ സുന്നത്തിന്റെ വഴി ഇതാണ്. അതിൽ നിന്ന് തെറ്റിപ്പോകുന്ന ഒരുപാട് വഴികളുണ്ട്, അത് സുബുലുകളാണ്. ആ സുബുലുകളിൽ, വഴികളിൽ നിങ്ങൾ പ്രവേശിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. രണ്ടാമത്തെ കാര്യം, അന്ന അസ്ലൽ ഇസ്തിഖാമത്തി അൽ ഇൽം, ഇസ്തിഖാമത്തിന്റെ അടിയുറച്ച് നിൽക്കാൻ അടിസ്ഥാനം ഇൽമാണ്. അറിവില്ലാതെ നിനക്ക് അടിയുറച്ച് നിൽക്കാൻ സാധിക്കുകയില്ല. അടിയുറച്ച് നിൽക്കാൻ ഓരോരുത്തർക്കും അവരവർക്ക് തോന്നിയതുപോലെ ദീനിൽ അടിയുറച്ച് നിൽക്കാൻ സാധിക്കുകയില്ല. മറിച്ച് ഇസ്തിഖാമത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇൽമാണ്, ഖുർആനിൽ നിന്നുള്ള അറിവാണ്, ഹദീസുകളിൽ നിന്നുള്ള അറിവാണ്. മുൻഗാമികൾ മനസ്സിലാക്കിയതുപോലെ ഖുർആനെയും ഹദീസിനെയും നമ്മൾ സമീപിക്കുക എന്നുള്ളതാണ്. അതാണ് ഇൽം. അതുകൊണ്ടാണ് ഇൽമിന്റെ സദസ്സുകൾക്ക് അത്രയേറെ പ്രാധാന്യം ഉണ്ടായിട്ടുള്ളത്. ഇൽമിന്റെ സദസ്സുകൾക്ക് അത്രയേറെ പ്രാധാന്യം ഉണ്ടായിട്ടുള്ളത് അതാണ്. കാരണം അത് ഇസ്തിഖാമത്ത് ഒരാൾക്ക് നിലനിൽക്കും. ഒരാൾ ഇസ്തിഖാമത്തിൽ നിന്നും ദീനിൽ നിന്നും തെറ്റിപ്പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽപ്പെട്ടതാണ് ഇൽമിന്റെ മജ്ലിസുകളിൽ നിന്നും അകലുക. ദീനിയായ ഒന്നും കേൾക്കുന്നില്ല, അള്ളാഹിനെ കുറിച്ച് കേൾക്കുന്നില്ല, ആയത്തുകൾ അറിയില്ല, ഹദീസുകളൊന്നും അറിയുന്നില്ല, അവൻ അവന്റെ വഴിയിൽ അങ്ങനെ സഞ്ചരിക്കുകയാണ് എങ്കിൽ ഇസ്തിഖാമത്തിൽ തെറ്റിപ്പോകും. അതുകൊണ്ട് ഇസ്തിഖാമത്തിന്റെ അടിസ്ഥാനം ഇൽമ് കരസ്ഥമാക്കുക എന്നുള്ളതാണ്. മൂന്നാമത്തെ കാര്യം പണ്ഡിതന്മാർ പറഞ്ഞു, ഇസ്തിഖാമത്ത്, ഇബാദത്തിന്റെ കാര്യത്തിൽ ഇസ്തിഖാമത്തുണ്ട്. അത് 2 കാര്യം ശരിയാക്കണം. ഒന്ന്, ബിജ്തിനാബി സിയാദ, അധികരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഒഴിവാക്കണം. അതായത് നിനക്ക് ഉലൂവ് പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതേ ചെയ്യണ്ടു. അതിന്റെ അപ്പുറത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ പറഞ്ഞു, ശരി. ആ സ്നേഹിക്കാൻ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത രൂപത്തിൽ ഒരാൾ സ്നേഹിച്ചിട്ട് നിബിദിനം കഴിച്ചിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത രൂപത്തിൽ പുകഴ്ത്തിയിട്ടും ഗുലുവിലേക്ക് എത്തുക എന്ന് പറയുന്നത് അതിൽ നിന്ന് മാറണം. ഇസ്തിഖാമത്തിന് തെറ്റിച്ച് കളയലാണ്. ഇത് യഥാർത്ഥത്തിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, വലിയ പ്രയാസമുള്ള കാര്യമല്ല. അത് ഒഴിവാക്കിയിട്ട് ചെയ്യേണ്ടത് മാത്രം ചെയ്താൽ മതി. ഇസ്തിഖാമത്തിന്റെ ഇബാദത്തിലുള്ള ഒരു കാര്യം അതാണ്. അധികരിച്ചൊന്നും ചെയ്യാതിരിക്കുക, വർദ്ധിപ്പിച്ചൊന്നും ചെയ്യാതിരിക്കുക. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ള കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ കാര്യങ്ങൾ അത് കൃത്യമാക്കി ചെയ്യണം. അത് പലർക്കും പ്രയാസമാണ്, അതിൽ കുറവുകൾ വരാം. അതുകൊണ്ടാണ് അല്ലാഹു തആല ഖുർആനിൽ ഫസ്തഖീമു ഇലൈഹി എന്ന് പറഞ്ഞതോടൊപ്പം വസ്തഗ്ഫിറു, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിങ്ങൾ നേരെ ചൊവ്വെ ഇസ്തിഖാമത്തോടു കൂടി നിലകൊള്ളുക എന്ന് പറഞ്ഞ ഉടനെ വസ്തഗ്ഫിറു, നിങ്ങൾ ഇസ്തിഗ്ഫാർ തേടണം. അതുകൊണ്ടാണ് നിസ്കരിച്ച് കഴിഞ്ഞ ഉടനെ എന്തിനാണ് ഇസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത്? കാരണം നമുക്കത് പൂർത്തിയാക്കാൻ പറ്റുന്നില്ല. നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും പല രൂപത്തിലുള്ള കുറവുകൾ അതിൽ വരികയാണ്. ആ കുറവുകൾ റബ്ബിനോട് സമ്മതിച്ചുകൊണ്ട് നമ്മൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ അള്ളാഹിനോട് പറയണം അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. രാത്രി അങ്ങേയറ്റം നിസ്കരിച്ചാലും രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പിന്നെയും ഇസ്തിഗ്ഫാർ തേടാനാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം നമ്മൾ എഴുന്നേറ്റ് നിസ്കരിച്ചു, അതോടുകൂടി നമ്മൾ വലിയ ബാധ്യത പൂർത്തിയാക്കി എന്നാണോ, എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി എന്നാണോ? ഒന്നുമല്ല. നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ വെച്ച് നോക്കിയാൽ നമ്മൾ രാവ് മുഴുവൻ ഉറങ്ങാതെ നിസ്കരിച്ചാലും ഒന്നും മതിയാവുകയില്ല. അതുകൊണ്ടാണ് രാത്രിയുടെ അന്ത്യയാമങ്ങൾ നിസ്കാര ശേഷം പിന്നെ അവിടെ ഇരുന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഫസ്തഖീമു ഇലൈഹി വസ്തഗ്ഫിറു, നിങ്ങൾ കൃത്യമായി കാര്യങ്ങൾ ചെയ്തിട്ട് കുറവുകൾക്ക് ഇസ്തിഗ്ഫാർ തേടിക്കോളൂ. ഹദീസിൽ കാണാം സദ്ദിദു വഖാരിബു, നിങ്ങൾ നേരെയാക്കാൻ നോക്കുക. ആ നേരെയാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പാട് ഉപേക്ഷിക്കരുത്. അതിന്റെ തൊട്ടടുത്തെങ്കിലും നിങ്ങൾ എത്തണം. അതാണ് സദ്ദിദു വഖാരിബു. നമ്മൾ അമ്പ് അതിന് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, നടുവിലുള്ള വട്ടത്തിലേക്ക് നമുക്ക് അമ്പ് എഴുത്ത് കൊള്ളിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നേരെ ആ വട്ടത്തുനിന്ന് പാടെ പുറത്തേക്കല്ല, അതിന്റെ തൊട്ടിപ്പുറത്തെ വട്ടത്തിലേക്കെങ്കിലും നമ്മൾ എത്തിക്കാൻ ശ്രമിക്കണം. അങ്ങനെ നമ്മൾ അല്ലാഹു തആല പറഞ്ഞതുപോലെ ഫത്തഖുല്ലാഹ മസ്തതഅതും, സാധിക്കുന്നത്ര നമ്മൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇസ്തിഖാമവുമായി ബന്ധപ്പെട്ട ഇബാദത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. വർദ്ധിപ്പിച്ച ബിദ്അത്തുകളൊന്നും ചെയ്യാതിരിക്കുക, എന്നാൽ കൽപ്പിച്ച കാര്യങ്ങൾ
അത് പരമാവധി സഹോദരങ്ങളെ പൂർത്തിയാക്കുക എന്നുള്ളതാണ്. ഇതാണ് 21ാമത്തെ ഈ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പാഠങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല കേട്ടു മനസ്സിലാക്കാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വഹദാ വല്ലാഹു തആല അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.